ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് നമുക്കായി തന്ന ഈ വലിയ നിമിഷത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. കർത്താവ് ഇത്രമാത്രം നമ്മളെ സ്നേഹിപ്പാൻ, ഇത്രമാത്രം നമ്മളെ കരുതുവാൻ, ഒരു യോഗ്യതയുമില്ലാത്ത നമുക്ക് ദൈവം ഇത്രമാത്രം നമ്മളെ കരുതി സ്നേഹിച്ചു, നമ്മളെ ബലപ്പെടുത്തി, നമ്മുടെ തലമുറ, നമ്മുടെ കുടുംബത്തെ എല്ലാം കർത്താവ് നമ്മളെ ഓരോ ദിവസവും നമ്മളെ പോറ്റിക്കൊണ്ടിരിക്കുന്ന വലിയ ദൈവത്തിന്റെ കൃപയെ ഓർത്ത്, സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. സ്നേഹത്തിന് പലപ്പോഴും നമ്മളെ തന്നെ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ പലപ്പോഴും ദൈവീയ സ്നേഹത്തിന് ഒരു യോഗ്യരുമല്ല. സ്തോത്രം. എങ്കിൽ പോലും കർത്താവ് ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. സ്തോത്രം. ഞാനൊരു കാര്യം വിളിച്ചു പറയാം. സ്തോത്രം. ഏത് വിഷയവും നമുക്ക് കർത്താവിനോട് ചോദിക്കാം. ഏത് വിഷയം വേണമെങ്കിലും നമുക്ക് കർത്താവിനോട് ചോദിക്കാം. അവിടുന്ന് മാത്രമേ ഉള്ളൂ മറുപടി. അവിടെ മാത്രമേ ഉള്ളൂ പൂർണ്ണമായ മറുപടി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ എന്ത് വിഷയം ദൈവത്തോട് ചോദിക്കാം. ഇന്ന് നേരത്തെ കേട്ട ദൈവത്തിന്റെ വചനം അത് കേട്ട ഏത് വിഷയവും ആരോട് ചോദിക്കാം? ദൈവത്തോട് ചോദിക്കാം. സ്തോത്രം. നമുക്ക് നമ്മുടെ സ്തോത്രം മനുഷ്യനോട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം ചോദിക്കാൻ പറ്റുന്നതും സ്തോത്രം തരണമെന്ന് ചോദിക്കാൻ പറ്റുന്നതിന് എല്ലാം ഒരു ലിമിറ്റുണ്ട്. നമ്മളെ ഉറ്റവരാന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ചില ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് അവർ ചോദിക്കും, നിനക്കൊന്നും യോഗ്യത, ഇതിനെന്തോ നിനക്ക് കഴിവെന്തോ, ഇതൊക്കെ അത്യാഗ്രഹമില്ല എന്ന് പറയും, ഇല്ലയോ? പക്ഷേ ദൈവത്തോട് നിനക്ക് എന്തു വേണേലും ചോദിക്കാം. ദൈവം ഒരിക്കലും നിന്നോട് പറയത്തില്ല ഇത് നിന്റെ അത്യാഗ്രഹമാണെന്ന് പറയത്തില്ല. ഒരു കാര്യം വേണം ചോദിക്കണമെങ്കിൽ, മെയിനായിട്ട് ഒരു കാര്യം വേണം. നേരത്തെ വായിച്ച വചനത്തിനകത്ത് പറഞ്ഞതുപോലെ, യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ എന്ത് പറയണം? താഴ്ത്തണം. അഹങ്കാരത്തോടല്ല ചോദിക്കുന്നത്. ദൈവസന്നിധി എന്നെ തന്നെ താഴ്ത്തണം. താഴ്ത്തിയിട്ട് ഞാൻ എന്ത് കാര്യം ദൈവത്തോട് ചോദിക്കും? എന്റെ തലമുറയെ കുറിച്ചുള്ള, കുടുംബത്തെ കുറിച്ച് എന്ത് ചോദിച്ചാലും ആര് തരും? ദൈവം തരും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്തോത്രം പറഞ്ഞ എൻ്റെ റിലേറ്റീവായ ഒരു അമ്മാമ എന്നെ വിളിച്ചു. അമ്മാമ പറഞ്ഞ ചില വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മാമ ഓർത്തഡോക്സുകാരിയായിരുന്നു, പെന്തിക്കോസ്തലായി. അമ്മാമ മാത്രമേ ഉള്ളൂ പെന്തിക്കോസ്തൽ. മക്കളെല്ലാം ഭയങ്കര ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ അമ്മമ്മ എന്നോട് പറഞ്ഞു, സ്തോത്രം, ഞാൻ മക്കൾക്ക് വേണ്ടി ഇരുന്ന് കർത്താവിനെ അറിഞ്ഞ നാള് മുതൽ, സ്തോത്രം, എൻ്റെ അച്ചായൻ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇഷ്ടംപോലെ സമയം ചെലവഴിക്കുവാൻ, പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുവാൻ. എൻ്റെ മക്കൾ അനുഗ്രഹപ്പെടണം, എൻ്റെ മക്കൾ അനുഗ്രഹപ്പെടണം, എൻ്റെ മക്കളെ എന്ത് രീതി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞിട്ട് സ്തോത്രം നോട്ട് ബുക്ക് എടുത്തിട്ട് അതിനകത്ത് സ്തോത്രം പറഞ്ഞ് അതിനകത്ത് സ്തോത്രം 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 എന്ന് എഴുതി വെച്ചിട്ട് സ്തോത്രം. അമ്മമ്മ കത്തോലിക്ക ഇതായതുകൊണ്ട് കൊന്തേലം ചൊല്ലി പരിചയമുള്ളതുകൊണ്ട് അമ്മമ്മ പുതിയ നിയമ സഭയ്ക്കകത്ത് വന്ന് പെന്തിക്കോസ് ആയി കഴിഞ്ഞിട്ട് അമ്മമ്മയ്ക്ക് ഇതെന്തുവാ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ ബുക്കുകളെല്ലാം മേടിച്ചങ്ങ് എഴുതാം. അപ്പോഴേ ഈ കടയിലെ ഈ സ്ഥിരം മേടിക്കുന്ന കടയിലെ സ്തോത്രം സ്റ്റാഫ് ചോദിക്കും, അമ്മാമ്മയ്ക്ക് ഇത് ഇത്രയും പേരെയും ബുക്ക് എന്തിനാണ്? സ്തോത്രം. അമ്മാമ്മ മേടിച്ചെത്തുവാ, ഇത് അടുക്കി വെച്ചെത്തുവാ. ഈ മക്കളും അവധിക്ക് വന്നിട്ട് നോക്കുമ്പോൾ എന്തുവാ, മക്കളെ വിഷയം പറഞ്ഞിട്ട് ഇതിനകത്ത് മൊത്തം സ്തോത്രം സ്തോത്രം എഴുതി വെച്ചേക്കും. സ്തോത്രം. മക്കളെ ദൈവം അനുഗ്രഹിച്ചു. ഈ അമ്മമ്മ എന്നോട് പറഞ്ഞു, മക്കളെ ദൈവം അനുഗ്രഹിച്ചു. ഇപ്പൊ ഞാൻ സ്തോത്രം എഴുതി വെപ്പില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ചോദിച്ചു, അതെന്തോ ഞാൻ സ്തോത്രം എന്ത് നിന്ന് എന്തുവാ? അപ്പൊ അമ്മമ്മ എന്നോട് പറഞ്ഞു, മക്കളെ ദൈവം അനുഗ്രഹിച്ചു. ഒരു ടോപ്പായി അവരെല്ലാം ഏറ്റവും ഞാൻ പ്രതീക്ഷിക്കുന്നത് നിനക്കുന്നതിന് അപ്പുറത്തെ ലെവലിലേക്ക് ആരെയെന്നു മക്കൾ ചെന്നു. പണം കൊണ്ട് നോക്കണ്ട. പണത്തിനകത്ത് അത്രയ്ക്ക് സമ്പന്നരാക്കി എല്ലാ രീതിയിലും മതി. ഇപ്പൊ മക്കൾക്ക് മക്കളായി. സ്തോത്രം. മക്കൾക്ക് മക്കളായി, അവര് കല്യാണം കഴിക്കാറായി. അവരെ കല്യാണം കഴിക്കുന്ന പ്രായത്തിൽ മേലായിട്ട് നിൽക്കും. അപ്പോഴീ സ്തോത്രം അമ്മയുടെ മക്കൾ വന്ന് ചോദിച്ചു, മമ്മി ഇപ്പം സ്തോത്രം എഴുതി വെക്കാറ്? അമ്മ പറഞ്ഞു, ഞാൻ എഴുതി വെക്കാറില്ല. അതെന്താ മമ്മി എന്ത് പ്രാർത്ഥന നിർത്തി? ഞാൻ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. ഇനി നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ ചുമതല എന്റെ ചുമതല. എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചുമതല എനിക്കുണ്ടായിരുന്നു. ആ പരിപാടി കഴിഞ്ഞു. ഇനി കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിപാടി എനിക്കില്ല. അത് നീ നിന്റെ ഭാര്യ ഇരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മാമ പറഞ്ഞ് കറക്റ്റ് കാര്യം വരും. അമ്മാവിടെ ഡ്യൂട്ടി കഴിഞ്ഞു. അമ്മയ്ക്ക് ഭർത്താവുള്ളപ്പോൾ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഭർത്താവ് മരിച്ചു വരും. മക്കൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി തിരിച്ചറിവ് പറയും, കൊച്ചുമക്കൾ പ്രായമായി. ഇനി കൊച്ചുമക്കൾ അനുഗ്രഹം വേണമെങ്കിൽ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? സ്തോത്രം. ഞാൻ പറയാം, സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്,
കൊച്ചുമോള് 28 വയസ്സായി കല്യാണം കഴിഞ്ഞിട്ട്. അത് പറയാൻ എന്നെ വിളിച്ചപ്പോഴായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അത് വേണേ പ്രാർത്ഥിക്കണം. ആരാ? അപ്പനും അമ്മയും പ്രാർത്ഥിച്ചോളൂ. സ്തോത്രം. അവര് വേണമെങ്കിൽ കാണാം. അവര് വേണമെങ്കിൽ വീട്ടിൽ വരുമ്പോ എന്റെ ഒരു സെൽഫ് മുഴുവൻ ഈ ബുക്കുകളായിരിക്കും. ഈ ബുക്കുകളിൽ കണ്ടിട്ടുണ്ട്, ഇവരെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പ്രാർത്ഥന വിഷയം പറഞ്ഞിട്ട് സ്തോത്രം എഴുതി വെക്കുന്നുണ്ട്. ഇതെല്ലാം നീ കാണുന്നുണ്ട്. ഇതൊന്നും കാണാതെ പോകത്തില്ല. നീ ഇതെല്ലാം കണ്ട് വായിച്ചിട്ട് പോകുന്നത്. അതേപോലെ നീ പിന്തുടർന്നാൽ നിന്റെ തലമുറ സ്തോത്രം. അല്ല എങ്കിൽ നീ എത്ര കൂട്ടി വെച്ചെന്ന് പറഞ്ഞാലും നിന്റെ തലമുറ എന്ത് ചെയ്യത്തില്ല. അത് കറക്റ്റ് ഒരു പോയിന്റാ പറഞ്ഞത്. സ്തോത്രം. എനിക്ക് എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ചുമതല എനിക്കുണ്ട്. അവരുടെ തലമുറയ്ക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കേണ്ട ചുമതലയുണ്ട്. സ്തോത്രം. ചിലവർ പരിപാടി ചെയ്താൽ എല്ലാവരും പ്രാർത്ഥിച്ചു, ഞാൻ ഇങ്ങനെ പോവാം. ഇല്ലയോ? അങ്ങനൊന്നും സമ്മതിക്കത്തില്ല. അങ്ങനെ സമ്മതിക്കത്തില്ല. സ്തോത്രം. എല്ലാ അനുഗ്രഹവും കിട്ടിക്കൊണ്ട് ഞാനിങ്ങനെ പോവാം. ഇല്ല, നീ വന്നേ പറ്റൂ. നീ മുഴക്കാല് മടക്കിയേ പറ്റൂ. നിനക്ക് കുറച്ച് സമയമുണ്ട് ഫ്രീ ആയിട്ട് പോവാൻ. പക്ഷെ അത് കഴിയുമ്പോഴും എന്ത് ചെയ്യണം? ദൈവസന്നിധി വന്ന് മുഴങ്കാല് മടക്കി പ്രാർത്ഥിച്ചാലേ അനുഗ്രഹം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്തും. ഞാൻ മക്കളോട് പറയാറുണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ അനുഗ്രഹം നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിച്ചാലേ ആര് തരത്തുള്ളൂ? കർത്താവ് തരത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടുത്ത് ചെന്ന് എന്ത് നമുക്ക് എന്ത് ചെയ്യാം? അപേക്ഷിക്കാം. ഒരു കാര്യത്തിനകത്ത് പോലും അപേക്ഷിക്കാതിരിക്കാൻ ഏത് കാര്യം അപേക്ഷിക്കാം. ഏത് കാര്യത്തിനകത്തും നമ്മളെ യോഗ്യരാക്കിയിട്ടേ ആര് തരത്തുള്ളൂ? യോഗ്യത ഇല്ലാതെ ദൈവം തരത്തില്ല. യോഗ്യത ഇല്ലാതെ അത് കഴിഞ്ഞാൽ ആർക്കും മഹത്വം കൊടുക്കില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കില്ല. പക്ഷെ നമ്മളതൊരു മനുഷ്യന്റെ അടുത്ത് നമ്മളെ കുറ്റവരായിട്ട് നമ്മളെ കുടുംബത്തോട് പറഞ്ഞാൽ പറയും അത് അത്യാഗ്രഹമാണ്. നീ ചോദിക്കുന്നതെല്ലാം അത്യാഗ്രഹം. സ്തോത്രം. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് എനിക്ക് വേണം. സ്തോത്രം. ഞാൻ ചോദിക്കുക, എന്റെ കുടുംബക്കാർക്ക് പറയാം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതൊരു അത്യാഗ്രഹമാണ്. നിനക്ക് താമസിച്ച വീട് പോലെ അത്യാഗ്രഹം. 2000 അല്ല 2500 സ്ക്വയർ ഫീറ്റ് ചോദിച്ചു. ആരോട് ചോദിക്കണം? ദൈവത്തോട് ചോദിക്കണം. ദൈവത്തോട് ചോദിച്ചാൽ ദൈവത്തിന് സമയമാകുമ്പോഴേ ആര് തരത്തുള്ളൂ? ദൈവം തരത്തുള്ളൂ. നീ അതിനകത്ത് കയറി അഹങ്കരിക്കത്തില്ല. നീ നിനക്കത് തന്നാൽ ദൈവനാമത്തെ സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തെ ഉയർത്തുമെന്നുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായി ആർക്ക് തരും? നമുക്ക് തരും. അപ്പൊ നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ചിട്ടേ ആര് തരത്തുള്ളൂ? നമ്മളെ സ്വഭാവോട് താമസിക്കുന്ന അനുസരിച്ച് നല്ലതാ തരാൻ പോകുന്ന ഹോൾ അങ്ങനത്തുള്ളതാണ്. ഇന്ന് 10ന്റെ ഇടം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ശക്തവരെ വിടുതലിന്റെ ശുശ്രൂഷ വിടുപ്പെട്ടവരും എല്ലാവരും എല്ലാം ഉണ്ട്. ദൈവം തന്നേക്കുവാ. നീ പുറത്തു വന്നാൽ മതി. അപ്പൊ പുറത്തു വരാൻ ഒരു സമയമുണ്ട്. അതിന്റെ വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റിംഗ് പീരീഡിന് പ്രാർത്ഥിക്കാൻ സമയം കാണത്തില്ല, ഓട്ടമായിരിക്കും. സ്തോത്രം. അപ്പൊ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാ ആര് ചെയ്യിക്കുന്നത്? കർത്താവ് ചെയ്യിക്കുന്നത്. നിശ്ചയമായി ദൈവം ചെയ്യും. ദൈവത്തിന്റെ കൃപയുണ്ടാവും. ഇവിടുത്തെ ഈ ഭവനം തന്ന പ്രിയ അച്ഛൻ സ്തോത്രം 6 മാസത്തേക്ക് പോയി. ഒരു കൊല്ലം മേലിലായി നമ്മളിവിടെ ആരാധിക്കുന്നു. സ്തോത്രം. അടുത്ത മാസം കർത്താവിന്റെ കൃപയാൽ കൊച്ചുകുഞ്ചാരി ശൈലമാമ വരും. സ്തോത്രം വരും. അപ്പോൾ എന്നിട്ട് അച്ഛൻ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുന്നത് പറയാം, ഞാൻ കുറച്ചുകൂടെ നീട്ടണം. പാസ്റ്റർ ഞാൻ കുറച്ചുകൂടെ നീട്ടണം. നമ്മൾ വേണ്ട ഇങ്ങനെ വന്നാൽ മതി. സ്തോത്രം. അല്ല പാസ്റ്റർ അടുത്ത പരിപാടി ആയിക്കോട്ടെ, ഞാൻ അതൊന്നും നോക്കണ്ട, ഇനി വന്നാൽ മതി. സ്തോത്രം. ഇനി കുറച്ചുകൂടെ നീട്ടണ്ട. സ്തോത്രം. ആ മനസ്സെല്ലാം ഞാൻ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കൂ. സ്വന്തം സഹോദരങ്ങൾക്ക് പോലും തരാൻ പറ്റാത്ത സ്നേഹമാണ് ആര് തരുന്നത്? ദൈവ സ്നേഹം താത്താത്ത സഹോദരങ്ങൾ തരുന്നത്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ സഹോദരങ്ങളെ, ബന്ധുക്കളെ, സ്വന്തക്കാരെ ഒന്നും അല്ല നോക്കേണ്ടത്. ആരെയാണ്? ക്രിസ്തുവിനെ നോക്കിയാൽ അതിനുപരി 100 മടങ്ങ് സഹോദരങ്ങളെ, സഹോദരിയെ തരുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. സ്തോത്രം. അത്രമാരമുള്ള ബന്ധങ്ങളെ ആർക്ക് തരാൻ പറ്റും? ദൈവത്തിന് തരാൻ പറ്റും. സ്തോത്രം. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അങ്ങനെല്ലാം പറയാനും അങ്ങനെ ചെയ്യാനും ഉള്ളൊരു മനസ്സുണ്ടല്ലോ. ദൈവം ഇരട്ടിയായിട്ട് ആ ആചാര്യ അമ്മയെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അവരുടെ ഒരു അടുത്ത സ്തോത്രം ഹല്ലേലൂയ ഒരു ഭവനത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നു. ഞാൻ പോയപ്പോൾ എന്നെ അവിടെ പിടിച്ചു കയറ്റി. ആ ഭവനത്തിൽ നിന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു അത് കൊച്ചുമോനായോണ്ടാ അവിടെ പ്രാർത്ഥന ഞാൻ തന്നത്. സ്തോത്രം. അത് കൊച്ചുമോൻ അങ്ങനെ ഒരു മനസ്സാണ്. ഞാൻ കൊച്ചുവച്ചാരി മാത്രമല്ല, ഷേലമാമയ്ക്കും അതേ മനസ്സാണ്. രണ്ടുപേരും കട്ടക്ക് നിൽക്കുന്ന ദൈവം പറഞ്ഞാൽ എന്ത് ചെയ്യാൻ, ദൈവത്തിന് വില കൊടുക്കാൻ നിൽക്കുന്നവരാ. അത് രണ്ടുപേരും, ഒരാൾ മാത്രമല്ല. അപ്പൊ ഇവര് ഒരാളെ മാത്രം ദുഷ്ടി ചെയ്യാതെ നോക്കില്ല. രണ്ടുപേരും ഭാര്യ ഭർത്താവ് അങ്ങനെ വേണം. അവര് കട്ടക്കിരിക്കുന്നുണ്ടാണ്. അവരെ ആർക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടാണ്. അപ്പോഴേ അവരിൽ നിന്ന് എനിക്ക് ഒരു വാക്കുകൂടെ എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സ്തോത്രം. നമ്മളെ സുനിസിന്റെ മോൻ ആരോ അവരെടുത്തതായി പറഞ്ഞു. സ്തോത്രം. ആരോ ഇന്നടുത്ത് പഠിക്കുക ഇന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തിന് മുമ്പേ ഈ ആരോനെ കുറിച്ച് സ്തോത്രം ഈ ഭവനത്തെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ആരോനെ കുറിച്ച് ഇവര് പറഞ്ഞു ഇത്രയും തല കുറിച്ചൊരു പയ്യനില്ല.
അവനെ കുറിച്ച് അവനെ ഇങ്ങോട്ട് വിളിച്ചപ്പോ അങ്ങോട്ടും അവന് പ്രത്യേക ടൈപ്പ്. അവൻ പഠിക്കാൻ ഭയങ്കര കഴിവുള്ള പോലെ, പക്ഷെ ഭയങ്കര ബുദ്ധിയാണ്. പക്ഷെ എന്തുക ഭയങ്കര. അപ്പൊ ഈ വീട്ടുകാർ 10 ദിവസം കഴിഞ്ഞപ്പോ ഇപ്പം എന്നോട് എന്നെ കണ്ടപ്പോൾ പറയുക അപ്പൊ അവിടെ അനിയത്തിയുടെ മോനായി ഷാരോ. അപ്പൊ എന്നോട് ഷാരോണല്ല ആരോ. അപ്പൊ ആ ആരോനെ കുറിച്ച് പറയുക, പക്ഷേ ആത്മീയനാണെന്നറിയാം, ഭക്തനാണെന്നറിയാം. സ്തോത്രം. ഇപ്പൊ അവന് നല്ല സ്വഭാവം. നല്ല ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അടുത്ത വാക്ക് ഒരു പറയാം, പാസിന്റെ സഭയെ വന്നതുകൊണ്ടാ, പാസിന്റെ അടുത്ത് വന്നതുകൊണ്ടാ, പാസിന്റെ സഭയെ വന്ന് ആ സഭയ്ക്ക് കീഴ്പ്പെട്ട് പോയതുകൊണ്ടാ അന്ന് കിട്ടിയ സ്വഭാവം അവന് ഇത്രയും നല്ല സ്വഭാവം വേറെ. സ്തോത്രം. ഞങ്ങളുടെ മക്കളാട്ടി അനുഗ്രഹപ്പെട്ടവനാണ്. ഞാൻ അതുപോലെ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. 10 വർഷത്തിന് മുമ്പ് പറഞ്ഞവരെയും കൊണ്ട് എന്ത് ചെയ്തു? ആര് തിരുത്തി പറയിപ്പിച്ചു? കർത്താവ് തിരിച്ചു പറയിച്ചു. നമ്മുടെ സഭയുടെ അഭിമാനമാണ്, ഇല്ലയോ? നമ്മുടെ സഭയുടെ അഭിമാനമാണ്. സ്തോത്രം. വെക്കേഷൻ ഇവിടെ ഒരു ദിവസം വന്നു. അവൻ സഭയുടെ അഭിമാനം, സഭയ്ക്കകത്തവൻ അത്രയും സ്പിരിറ്റും. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇങ്ങനെ തന്നെ പറയേണ്ടത്. 10 വർഷത്തിന് മുമ്പേ ഞാൻ കേട്ടത് എന്നെ തിരിച്ചാണ്. പക്ഷെ 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് പോയപ്പോൾ എന്നെ പിടിച്ചു കയറ്റിയപ്പോൾ അവൻ എന്നോട് പറയുക, പക്ഷേ അത് അവസാനം ഞാൻ ഓർത്ത് ദൈവം അനുഗ്രഹിച്ച് നല്ല അനുഗ്രഹിക്കും. അവിടുത്തെ വാക്ക് പറയാം, ആ സഭയെ വന്നതുകൊണ്ടാണ്, പാസ്റ്ററിന്റെ കീഴിൽ നിന്നതുകൊണ്ടാണ്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമ്മളെ കഴിവൊന്നുമല്ല, ദൈവത്തിന്റെ കൃപ. സ്തോത്രം. ദൈവത്തിന്റെ കൃപ. അവൻ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞപ്പോൾ അവൻ അന്യഭാഷ പ്രാപിച്ചത് എനിക്ക് ഒരു കോവിഡ് സമയത്താണ്. അവൻ ആരാധനയ്ക്കകത്തിരുന്ന അഭിഷേകം പ്രാപിച്ചത്. സ്തോത്രം. ആ അഭിഷേകം പ്രാപിച്ച മുതൽ അവന്റെ സ്വഭാവം മാറി. ഞാൻ ഇത് പറഞ്ഞ ദൈവമക്കളോട്, നമ്മളെ കുഞ്ഞുങ്ങളോട് പറയുക, നിങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നുവെങ്കിൽ, അഭിഷേകം പ്രാപിക്കുന്നുവെങ്കിൽ, അവയാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മാറും, സ്ഥിതികൾ മാറും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ന ജോലി കിട്ടാനോ ഇപ്രകാരമോ വിദ്യാഭ്യാസം കിട്ടാനോ അല്ല പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണം, കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, കുഞ്ഞുങ്ങൾ അന്യഭാഷയാൽ സംസാരിക്കണം, അന്യഭാഷയാൽ വെളിപ്പാടുകൾ കാണണം, അന്യഭാഷയാൽ പ്രവചിക്കണം, അന്യഭാഷയാൽ യോഗത്തിൽ പ്രാർത്ഥിക്കണം. അപ്രകാരമുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിന്ന് പകർന്നുകൾ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രിയ യുവക്കളെ ബാക്കിയുള്ള എല്ലാവരും കൊടുത്തോളൂ, കർത്താവ് കൊടുത്തോളും. നമ്മുടെ വചനം പറയുന്നത്, ആദ്യം എന്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടൊപ്പം നിങ്ങൾക്ക് ഞാൻ എല്ലാം തരാം. ആദ്യം എന്റെ രാജ്യം അന്വേഷിപ്പീൻ. കുഞ്ഞുങ്ങൾക്ക് ഇന്ന വിദ്യാഭ്യാസം കിട്ടട്ടെ, കുഞ്ഞുങ്ങളുടെ സ്വഭാവം പ്രകാരം മാറട്ടെ, സ്വഭാവപ്രകാരം മാറട്ടെ. അവൻ കുഞ്ഞുങ്ങൾക്ക് പ്രകാരമുള്ള വിദ്യാഭ്യാസം ഉണ്ടാവട്ടെ, കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവട്ടെ, കുഞ്ഞുങ്ങൾക്ക് ജോലി. ഇതൊന്നും അല്ല പ്രാർത്ഥിക്കണ്ടേ. കുഞ്ഞുങ്ങൾ ആത്മീയരാണെങ്കിൽ, അവർ അഭിഷേകരാണെങ്കിൽ, അവർ അഭിഷേകം പ്രാപിക്കുന്നുവെങ്കിൽ അവരുടെ പിന്നാലെ ഇതെല്ലാം ആര് കൊടുത്തോളും? ജോലി കൊടുത്തോളും, വിദ്യാഭ്യാസം കൊടുത്തോളും, നല്ല വ്യക്തിത്വം കൊടുത്തോളും, ഇതെല്ലാം നല്ല പേര് കൊടുക്കും. ഇതെല്ലാം ആര് കൊടുത്തോളും? ദൈവം കൊടുത്തോളും. ഇതെല്ലാം കൊടുത്തിട്ടല്ല ആത്മീയം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അവർ പ്രാപിക്കേണ്ട ആത്മീയം പരിശുദ്ധാത്മാവിന്റെ കൃപാവരം അവർ പ്രാപിക്കണം. അതുപോലെ ഇന്നത്തെ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ലെവലാണ്. സ്തോത്രം. വല്ലാത്ത ലെവലിലാണ് പുതിയ തലമുറ പോകുന്നത്. പാപത്തിന് ഏറ്റവും മുഖ്യ സ്ഥാനം കൊടുക്കുന്നതാണ് പുതിയ തലമുറ പോകുന്നത്. അപ്പോഴും പാപത്തെ ജയിക്കണമെങ്കിൽ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. ഇന്ന് സഭയ്ക്കകത്തില്ലാത്തത് അതാണ്. സഭയ്ക്കകത്തില്ലാത്തത് അതാ. 10ാം ക്ലാസ് ആവുന്ന മുമ്പേ എല്ലാം വിളിക്കാൻ സ്നാനപ്പെടുത്തുക. ചിലവരുടെ പരിപാടി എന്തുവാ? സ്നാനപ്പെടുമ്പോൾ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്ന. അങ്ങനൊന്നും പരിശുദ്ധാത്മാവ് വരത്തില്ല. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട്, യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. സ്നാനപ്പെട്ട് അപ്പോഴാ സ്നാനപ്പെടണ്ടേ. അല്ല ചുമ്മാ കയറി രക്ഷിക്കപ്പെടാതെ മാനസാന്തരപ്പെടാതെ കയറി സ്നാനപ്പെടല്ലേ. ഞാൻ ഓർക്കുക, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ വചനത്തിനകത്ത് ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കി. ഒരു വാക്കെന്നല്ല പറഞ്ഞ പ്രാധാന്യം, ഒരു വാക്കെന്ന് പറഞ്ഞ പ്രാധാന്യമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞേ, എന്തപേക്ഷിച്ചാലും അതിനകത്ത് ആര് മറുപടി തരും? നീ ചോദിക്കുന്ന ഓരോ വാക്കിനും ആര് മറുപടി തരും? കർത്താവ് തരും. അപ്പോഴൊരു വാക്കെന്ന് പറഞ്ഞ പ്രാധാന്യമാണ് എന്ന് പറഞ്ഞാൽ നിന്റെ വാക്കിനാലാണ്, നിന്റെ വായിൽ നിന്ന് നിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യമാക്കിയ നിന്റെ പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്ന പുതിയ സൃഷ്ടിയാക്കാൻ. അപ്പൊ ഒരു വാക്കിന് പ്രാധാന്യമുണ്ട്, ഒരു വാക്കിന് പ്രാധാന്യമുണ്ട്. ഞാൻ ഭാവിയല്ല, ഇന്നും പറഞ്ഞ ഞാൻ ഭാവിയല്ല, എന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ യേശുവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് നീ തീരുമാനമെടുക്കുമ്പോ, ഉള്ളിൽ നിന്ന് വരുന്ന തീരുമാനമെടുക്കുമ്പോ, അമികാലനെ സ്തോത്രം സ്നാനപ്പെടുത്തുന്ന സ്ഥാപകൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ദാസൻ അവിടുന്നോട് പറയും, പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലത്തിൽ നിന്ന് സ്നാനപ്പെടുത്തുക.
സ്വർഗത്തിലെ കർത്താവിന്റെ നാമത്തിൽ ഈ വെള്ളത്തിൽ നിന്നെ സ്നാനപ്പെടുത്തുന്നതിനെ ഇന്ന് യേശുവിന്റെ പൈതലാക്കുക. അപ്പൊ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ഞാൻ കണ്ടു, ചില വ്യക്തികൾ കൊണ്ട് എത്രയല്ല ഇനി ദൈവത്തിന്റെ ദൂത് പറഞ്ഞെന്ന് പറഞ്ഞാലും പ്രവചിച്ചെന്ന് പറഞ്ഞാലും ദൈവാലോചന പറഞ്ഞെന്ന് പറഞ്ഞാലും ചെയ്യുമ്പോഴും ഇതൊന്നും അവർ മൈൻഡ്. ഞാനപ്പോ ഓർത്തനി ദൈവം ആലോചന തരുന്നത് ദൈവം പറഞ്ഞിട്ട് ആലോചന തരുന്നത്, എന്നാൽ നമ്മളെ ബുദ്ധിയിലോ ചിന്തകളോ ഒന്നും അല്ല പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൂത് പറയുന്നത് ആര് തരുന്നതാണ്? ദൈവം തരുന്നതാണ്. നമ്മളെ കഴിവൊന്നുമല്ല, നമ്മളെ കഴിയുന്നതല്ല. അവരെ ബലപ്പെടുത്തുവാൻ തരുന്നതാ പരിശുദ്ധാത്മാവിന്റെ ദൂത്, പ്രവചനം. എന്നിട്ട് ആ പ്രവചനം എത്ര പറഞ്ഞെന്ന് പറഞ്ഞാൽ ദൂത് പറഞ്ഞെന്ന് പറഞ്ഞാലും സമയമാകുമ്പോഴത്തേക്കും അവരവരുടെ സ്വഭാവം കാണിക്കും. സ്തോത്രം. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, അവരുടെ സ്വഭാവം കാണിക്കും. അതിന്റെ പൊരുളെന്തോ അതിന്റെ പ്രശ്നം എന്തോ അറിയാമോ? ഇനി യേശു ഇറങ്ങുമെന്ന് നേരിട്ട് പറഞ്ഞാലും ഒരു പ്രയോജനം. കാര്യം അവരുടെ ബുദ്ധിക്ക് ഒരു പ്രാധാന്യം. ആ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബവും ഒരു സഭയും ഒരു ദൈവദാസനും അനുഗ്രഹം. ഇന്ന് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിൽ സ്തോത്രം ചില വിവാഹത്തിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത സ്തോത്രം സുഹൃത്തുക്കളെ, അതേപോലെ അടുത്ത ബന്ധുവിന്റെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ രണ്ട് വിവാഹത്തിനും ഞാൻ പോയില്ല. കാര്യം ഇന്നത്തെ വിവാഹം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയം. ഒരു പെൺകുട്ടി എന്നോട് വിളിച്ചു ചോദിച്ചു, ഒരു മോളെന്നോട് വിളിച്ചു ചോദിച്ചു, ഇന്ന് കല്യാണം നടക്കാൻ പോവാ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് കല്യാണം നടക്കാൻ പോവാ. ഞാൻ അങ്ങോട്ട് എക്സൈറ്റ്മെന്റില്ല. അവിടെ എന്തോ നടക്കുന്നതിനുള്ള എക്സൈറ്റ്മെന്റ്, ആരാ വന്ന് നടത്തുന്നതിനുള്ള എക്സൈറ്റ്മെന്റ്, എത്ര പേര് വരുമെന്നുള്ള എക്സൈറ്റ്മെന്റ്. അമികാലൊരു സ്തോത്രം കല്യാണം നടക്കുന്ന സമയത്ത് അമികാലൊരു സ്തോത്രം സ്റ്റേഡിയത്തിനകത്ത് അല്ലെങ്കിൽ സ്തോത്രം പ്ലാറ്റ്ഫോമിനകത്ത് കൊരവപ്പൂ കത്തുമെന്നുള്ള എക്സൈറ്റ്മെന്റ്. എത്ര കൊരവപ്പൂ കത്തുന്നു, എത്ര ലൈറ്റുകൾ ഉണ്ടെന്നുള്ള, എത്ര മൈക്കുകൾ ഉണ്ടെന്നുള്ള, എത്ര പൂക്കൾ ഉണ്ടെന്നുള്ള എക്സൈറ്റ്മെന്റ്. എത്രയല്ല എങ്ങനെയല്ലായിരിക്കും വെക്കുന്നത്, സ്റ്റേജ് എങ്ങനെയായിരിക്കും അലങ്കാരം കൊണ്ട് വെക്കുന്നത്, എത്ര പാസ്റ്റർമാര് വരുമെന്നും അത് ആരെ നടത്തുന്നതുമുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാനിപ്പോ. നിന്റെ കാലം, നിന്റെ ജീവിതം മൊത്തം എക്സൈറ്റ്മെന്റിലേ പോകുള്ളൂ. നിന്റെ കാലം മുഴുവൻ ഇങ്ങനെ പോകത്തേ ഉള്ളൂ. സ്തോത്രം. അവിടെ നടക്കേണ്ടത് എന്തുവാ? അവിടെ നടക്കേണ്ടത് പിതാപുത്രൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ടോ? നീ കാണിക്കുന്ന ഈ കോലത്തിനെല്ലാം പിതാപുത്രൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അതിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഡോൺ വരുന്നു, ആ വീഡിയോ വരുന്നു, വീഡിയോക്കാരൻ വരുന്നു, അതെല്ലാം എക്സൈറ്റ്മെന്റ്. ഏത് പാട്ടുകാരനെ കൊണ്ടുവരുന്നത് അതാ എക്സൈറ്റ്മെന്റ്. അതിലെ സ്തോത്രം പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പുക വരണം സ്റ്റേജിൽ, അതാണ് എക്സൈറ്റ്മെന്റ്. നിന്റെ ജീവിതകാലം മൊത്തം ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. സ്തോത്രം. നീ രക്ഷപ്പെടത്തില്ല, നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ല. നിന്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ പിതാപുത്രൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവിടെ ഒന്നിപ്പിക്കണം. അത് ഏത് ദൈവദാസനായിക്കോട്ടെ, ഏത് ദൈവദാസനായിക്കോട്ടെ, അവിടെ പിതാപുത്രൻ പരിശുദ്ധാത്മാവിന് പ്രാധാന്യമെങ്കിൽ ദൈവദാസനല്ല പ്രാധാന്യം, സഭയ്ക്കല്ല പ്രാധാന്യം, അവിടെ പ്രാധാന്യം കർത്താവിന്. കർത്താവ് പിതാപുത്രൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഒന്നിക്കുന്നെങ്കിൽ മാത്രമേ അവന്റെ കുടുംബജീവിതം അനുഗ്രഹപ്പെടത്തുള്ളൂ. അല്ലാതെ നീ വിളിച്ച ഇത്രയും ആള് വന്നതുകൊണ്ട് അനുഗ്രഹപ്പെടത്തില്ല. നീ വിളിച്ച ആൾക്കാർക്ക് വലിയ ആഡംബരമായുള്ള ആഹാരം കൊടുത്തെന്ന് പറഞ്ഞ് അത് അനുഗ്രഹപ്പെടത്തില്ല. നീ വിളിച്ച സ്വന്തം ആൾക്കാരുടെ പിന്നിൽ കാണിക്കാൻ വേണ്ടി വലിയ ലക്ഷങ്ങൾ മുടക്കിയ സ്റ്റേജ് വരുന്നെന്ന് പറഞ്ഞു, പുക വന്നെന്ന് പറഞ്ഞു, കൊരവപ്പൂ വന്നെന്ന് പറഞ്ഞു, കളർ ലൈറ്റ് വന്നെന്ന് പറഞ്ഞൊന്നും ആരും എടുക്കത്തില്ല. ദൈവം ഇതെല്ലാം ഇങ്ങനെല്ലാം ചെയ്ത് കെട്ടി അങ്ങനെയെല്ലാം അതിലും മേലെല്ലാം ആഡംബരത്തോട് ചെയ്തതെല്ലാം പലതും എവിടെ പോയിരിക്കുക? ഡൈവോഴ്സായിട്ടിരിക്കുക. അവിടെ എക്സൈറ്റ്മെന്റ് ആവുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങും. അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ് ഇറങ്ങണമെങ്കിൽ ലൈറ്റും ആഹാരമോ കൊരവപ്പൂവും അല്ല, പാസ്റ്റൊന്നും അല്ല, നിന്റെ ഹൃദയമാവേണ്ടത് പൂർണ്ണ ഹൃദയം. ഇത് ഈ വിവാഹം നടക്കുന്നത് ദൈവത്താലാണ്. ഈ വിവാഹം നടക്കുന്ന ദൈവത്താലാണ്. ഒരു കോന്തം പോയി ഒരു കോന്തിയെ കണ്ട് ലൈൻ അടിച്ചിട്ട് രണ്ട് വീട്ടുകാർ ഒന്നിക്കുന്ന അല്ല വിവാഹം. സ്തോത്രം. വിവാഹം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരുക്കിയതാണ്. ഞാൻ സ്തോത്രം. എനിക്ക് വേണ്ട തുണയെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ ദൈവത്താൽ തെരഞ്ഞെടുക്കുക, അതിനെ ചേർക്കേണ്ടത്. പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ വിവാഹമാണ് നടക്കേണ്ടത്. ആ വിവാഹത്തിന്റെ പരിശുദ്ധാത്മാവ് ക്യാമറമാൻ അല്ല വരേണ്ടത്, ഫുഡ് ഉള്ളവനല്ല വരേണ്ടത്. അതുകൊണ്ട് ആ വിവാഹം കഴിയുമ്പോഴേ ക്യാമറമാനും ഫുഡ് കൊടുക്കുന്നവരും ഓഡിറ്റോറിയം കൊടുക്കുന്നവരും ലൈറ്റ് ഇടുന്നവരും കൊരവപ്പ് ഇടുന്നവരല്ല നന്ദി പറയുന്നത്. സ്തോത്രം. അതിനൊന്നും അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. നന്ദി പറയേണ്ടത് ആർക്കാ? ദൈവത്തിനാണ്. സ്തോത്രം. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യും? പല വിവാഹത്തിൽ വിളിച്ചാൽ പോകും. എനിക്ക് വിഷമമുണ്ട്. അവിടെ നടക്കുന്നതിലെ കൊരവപ്പൂവും പുകയെല്ലാം പോകുന്ന കാണാൻ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല.
സ്തോത്രം. പെന്തിക്കോസ് കല്യാണം എന്നെല്ലാം പറഞ്ഞ വിശുദ്ധമാണ്. എല്ലാ സത്യത്തെയും ആത്മാവിലും ആരാധിക്കുന്ന ദൈവജനം കൂടുന്നതാണ് പെന്തിക്കോസ്. അവിടെ ഈ ആഡംബരമായി ലോകപരമായ ജഡത്തിന്റെ പ്രകാരമുള്ള പ്രവൃത്തികളൊന്നും കാണാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പോകത്തില്ല. ഈ ആഡംബരത്തിനൊന്നും അല്ല പ്രാർത്ഥന. ലക്ഷങ്ങളാണ് മുടക്കുന്ന ഈ ആഡംബരം. അതേപോലെ മരണത്തിന് പോകാൻ പറ്റത്തില്ല. അയ്യോ ഇന്ന അച്ഛനല്ലോ മരിച്ചെന്ന് പോലെ കാണാൻ പറ്റും. അവിടെ ഇതിന്റെ അപ്പുറത്തെ പണം കൂടിയപ്പോഴേ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. പണം കൂടിയപ്പോ പണമില്ലാത്ത നിന്റെ കൂട്ടത്തിനകത്ത് എത്രയോ പേര് കിടപ്പുണ്ട്. സ്തോത്രമാല എത്രയോ പേര് കഴിവില്ലായിരിക്കും. അവർക്ക് ഇച്ചിരി സമ്പത്ത് കൊടുക്കുക. ദൈവത്തിന്റെ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ വചനത്തിനകത്ത് പഠിപ്പിക്കുന്നത് ഇല്ലാത്തവരെ കൊടുക്കാനാണ് നിനക്ക് തരുന്നത്. നീ വിശ്വസ്തനെന്ന് പറഞ്ഞാൽ തരുന്നത്. അപ്പോഴേ നീ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആര് ചോദിക്കും? വിവാഹം നടക്കാൻ ഇത്രയും സമ്പത്തൊന്നും വേണ്ട. വിവാഹം നടക്കാൻ ഒരു ദൈവദാസം പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരാൾ വന്നു. ഇന്ന് പ്രസംഗിക്കാൻ ഒരാള്, നടത്താൻ ഒരാള്, മാലിനെ കൂട്ടുക, ഇതിനെ കൂട്ടുക. സ്വന്തമാലിയ കേരളത്തിനകത്താ സൂട്ടിട്ടുണ്ടേ വേറത്തുള്ളൂ. കേരളത്തിന് പറ്റിയ വേഷം ഇതാണ്. സിമ്പിൾ അല്ലയോ? ഇവരേതാണ്ട് യൂറോപ്യൻ കൺട്രിയിൽ ജനിച്ചു വളർന്ന പോലെ. സ്തോത്രം. അമേരിക്കയിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോയി. അമേരിക്കയിലും പോയിട്ടുണ്ടെങ്കിൽ പോയി. കാനഡയോ അമേരിക്കയിലോ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോയി. ആ കോലം മൊത്തം കാണും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ സ്തോത്രം ഇവർക്ക് എന്നോട് ദേഷ്യം ഉണ്ടായാലും ഞാൻ പോകാറില്ല. ഇതെല്ലാം കണ്ട് ഞാൻ മടുത്തു. ഇതൊന്നും അല്ല പെന്തിക്കോസിന്റെ വിവാഹം. പെന്തിക്കോസിന്റെ കരുതൽ ഇതൊന്നുമല്ല. സ്തോത്രം. കരുതലൊന്നുമല്ല. അവിടെ ആരാ വെളിപ്പെടുന്നത്? കല്യാണ ശുശ്രൂഷയ്ക്കകത്ത് സ്നാനപ്പെടുന്നവരുണ്ട്, രക്ഷിക്കപ്പെടുന്നവരുണ്ട്. അതായിരിക്കണം ശുശ്രൂഷ. അവര് കണ്ടിട്ട് പറയണം ഇതാ കറക്റ്റ് റൂട്ട്. സ്വന്തം ജാതിയായിട്ടുള്ളവൻ വരണം. അങ്ങനെ നടന്നുകൊണ്ട് സംഭവങ്ങളുണ്ട്. അനേക പിതാക്കന്മാര് ചെയ്യുന്ന ശുശ്രൂഷയ്ക്കകത്ത് അനേകം വന്നിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടു. മരണ ശുശ്രൂഷ രക്ഷിക്കപ്പെട്ടവരുണ്ട്. ജാതിയായിട്ടുള്ളവർ രക്ഷിക്കപ്പെട്ട് യേശുവിനെ നടക്കുന്നവരുണ്ട്. തോന്നും എന്നാൽ അവിടെ നടക്കുന്ന ശുശ്രൂഷ രക്ഷിക്കപ്പെട്ടവർക്ക് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവരാകണം. പരിശുദ്ധാത്മാവിനെ പ്രാധാന്യം കൊടുക്കണം. ഇത് പ്രാധാന്യം മൊത്തം പുരോഗമില്ല. സ്തോത്രം. പ്രാധാന്യം മൊത്തം മീഡിയക്കാരനാണ്. അവിടെ ഇറങ്ങൂ. വിഷമമാണ് ദൈവമക്കളെ ഇതെല്ലാം കേൾക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് എന്തുവാ സ്തോത്രം. ചിലർ പറയും പ്രൈസിലോ അത് സ്തോത്രം അത് പാർസൽ കുശുമ്പുകൊണ്ടാണ്. ആ കുശുമ്പൊന്ന് കൂട്ടിക്കും, കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. ആ കുശുമ്പ് എനിക്ക് കൊണ്ടൊന്ന് കൂട്ടിക്കും, എനിക്ക് വിഷമമൊന്നുമില്ല. സ്തോത്രം. അത് പാർസന്റെ മക്കള് എന്റെ മക്കളായാലും ഞാൻ പറയാം, ഇതൊന്നും ഞാൻ അനുവദിക്കത്തില്ല. ഇങ്ങനത്തുള്ള ചാലാമൂല പരിപാടികളൊന്നും അനുവദിക്കും. അയ്യോ പാസ്റ്റർ അപ്പം വേണ്ട, നടത്തിക്കൂടാ, നിന്റെ ഇഷ്ടത്തിൽ നടത്തിക്കൂ. പക്ഷെ ഞാൻ അതിനകത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ഈ ചാലാമൂല പരിപാടിക്കൊന്നും ഞാൻ വരുന്നില്ല. എല്ലാം സിമ്പിൾ ആയിരിക്കണം. സിമ്പിളാ. എന്റെ കർത്താവ് എന്നെ വിളിച്ചത് ഇത് കണ്ടിട്ടൊന്നുമല്ല. എനിക്ക് ഇന്ന് രൂപം ഉണ്ടെങ്കിൽ, എനിക്കൊരു രൂപം ഉണ്ടെങ്കിൽ, ഞാനൊരു വസ്ത്രം ധരിക്കുന്നെങ്കിൽ, ആഹാരം കഴിക്കുന്നെങ്കിൽ, ഇതെല്ലാം ആര് തന്നതാ? എന്റെ ദൈവം തന്നതാ. അപ്പോഴേ എന്റെ പ്രവൃത്തിയല്ല ആര് നോക്കും? കർത്താവ് നോക്കും. എന്റെ പ്രവൃത്തിയെ കണ്ട് ആര് സന്തോഷിക്കണം? ലോകമനുഷ്യനല്ല സന്തോഷിക്കുന്നത്. ആരാ സന്തോഷിക്കുന്നത്? എന്റെ കർത്താവ് സന്തോഷിക്കുന്ന കാര്യം എന്തുവാ? എന്റെ ഒരു വാമൊഴിയാൽ എന്നെ ശുദ്ധീകരിച്ച ദൈവം, എന്നെ മാറ്റിയ ദൈവം, എന്റെ പാപത്തെ ശാപത്തെ ക്ഷമിച്ച ദൈവം, എന്നെ ചേർത്ത് പിടിച്ച ദൈവം. സ്തോത്രം. നമ്മള് എല്ലാം വിട്ട് വന്ന എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? യഥാർത്ഥമായി വേർവിട്ടൊരു ജീവിതത്തിന് വേണ്ടി. ഇവിടെ വേർവിട്ട ജീവിതമൊന്നുമില്ല. ഇത് ലോകത്തിന്റെ ജീവിതത്തിന് പ്രാധാന്യമുണ്ടോ? സ്തോത്രം. പ്രാധാന്യമില്ല. ഇത് പ്രിയ മക്കളെ, ദൈവത്തിന് വില കൊടുക്കുക. നമുക്ക് കിട്ടുന്ന അല്പസമയങ്ങൾ ആർക്ക് കൊടുക്കുക? ദൈവത്തിന് വില കൊടുക്കുക. ദൈവത്തിന് വില കൊടുക്കുക. ദൈവത്തിന് വില കൊടുത്തിട്ട് ഇരിക്കുന്നെങ്കിൽ നിശ്ചയമായി ആരനുഗ്രഹിക്കും? കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കുടുംബത്തിന്റെ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം മുതൽ വായിക്കാം. അബ്രഹാമിന്റെ പരീക്ഷ. അബ്രഹാമിന് പരീക്ഷ കൊടുക്കുക ദൈവം. അതിന്റെ ഭാഗമാണ് 22-ാം അധ്യായം. ആ 22-ാം അധ്യായം മുതൽ പെട്ടെന്ന് വായിച്ചു വരാം. അതിന്റെ ആദ്യത്തെ വാക്യത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്, അതിനുശേഷം അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എങ്ങനെ? സ്തോത്രം. അടുത്തത് സ്തോത്രം. പറയുക, നിന്റെ മകനെ നീ സ്നേഹിക്കും. നിർത്തി പറയേണ്ട കാര്യം, നിന്റെ മകനെ നീ സ്നേഹിക്കും. നമുക്ക് അടുത്ത വാക്യത്തിന് മാത്രമേ ഏകജാതൻ ഒരു മകൻ 75-ാം വയസ്സിൽ ദൂത് കിട്ടിയിട്ട് 25 വർഷം കാത്തിരുന്നിട്ട് കിട്ടിയ മകനെ നീ സ്നേഹിക്കും. കുറച്ച് നാളെ അവനെ കൈ കിട്ടി.
കുറച്ച് നാളെ ആയിട്ടുള്ളൂ അവന്റെ സന്തോഷങ്ങൾ. എന്റെ മകന് ദൈവം എനിക്ക് തന്ന സന്തതിയുടെ മഹത്വം അറിയാൻ തുടങ്ങി. അത്രയ്ക്ക് ആരെ സ്നേഹിക്കുന്നുണ്ട്? തലമുറ സ്നേഹിക്കുന്നു. അബ്രഹാം ദൈവം കൊടുത്ത തലമുറയാണ്. ദൈവം സ്നേഹിക്കുക. പറയുക, മോറിയ ദേശത്ത് ഞാൻ പറയുന്ന പർവ്വതത്തിനകത്ത്, ഞാൻ പറയുന്ന മലയ്ക്കകത്ത്, മോറിയ ദേശത്തിനകത്ത് മലകളുണ്ട്, അതിനകത്ത് ഞാൻ കാണിച്ചു തരുന്ന മലയ്ക്കകത്ത്. അടുത്തത് മൂന്ന് ദിവസത്തിന്റെ യാത്ര കഴിഞ്ഞ് മോറിയ ദേശത്തിനകത്ത് ചെന്നിട്ട് ആ മോറിയ ദേശത്തിനകത്തുനിന്ന് അമികാലിന്റെ സ്തോത്രം ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അബ്രഹാം പിതാവ് നോക്കിയപ്പോൾ എന്തുവാ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മോറിയ ദേശത്തിനകത്ത് മലകളുണ്ട്, ഞാൻ പറയുന്ന മല എടുത്തു പറയുന്നുണ്ട്. ആ മലയെ കണ്ടപ്പോൾ ആ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ അബ്രഹാം പിതാവ് സ്തോത്രമാലിയ മോനോട് പറയുക, ഇസ്ഹാക്കിനോട് പറയുക, സ്തോത്രം നമുക്ക് പോകാം. കൊണ്ടുവന്ന കഴുതയും ജോലിക്കാരെയും എവിടെ നിർത്തി? നിങ്ങൾ ഇവിടെ നിന്നു. ഇനി ഞങ്ങൾ മലയുടെ മേലിലോട്ട് കയറുക. ഞങ്ങൾ പോയി ദൈവത്തിന് യാഗം അർപ്പിച്ചിട്ട് വരാം. പോലെ പിടിച്ചോണ്ട് പോവാം. ഞാൻ ഒരു കാര്യം പറയാം. ദൈവത്തിന്റെ വചനത്തിനകത്ത് വിളിച്ചു പറയുന്നത് ദൈവത്തിന് ഉപരിയായി മറ്റൊന്നിനെ സ്നേഹിക്കരുത്. അതിന്റെ പേര് വിഗ്രഹ ആരാധന എന്ന് പഴയ ദൈവം മുതൽ പുതിയ ദൈവത്തിനകത്ത് വരെ അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് ഉപരിയായി നമ്മൾ ആരെ സ്നേഹിക്കല്ലേ? മക്കളായാലും മരുമക്കളായാലും കൊച്ചുമക്കളായാലും എന്ത് ചെയ്യല്ലേ? മരുമക്കളെ സ്നേഹിക്കുന്നില്ല. സ്വന്തമാനലിയ മക്കളായാലും മരുമക്കളായാലും കൊച്ചുമക്കളായാലും ആരെ സ്നേഹിക്കുന്നില്ല. അത് സ്വന്തം സ്നേഹിക്കാൻ പാടില്ല. ആരെ സ്നേഹിക്കണം? ദൈവം. സ്തോത്രം. ദൈവത്തിന് ഉപരിയായി നമ്മൾ എന്ത് സ്നേഹിച്ചാലും നമുക്കത് പ്രയാസം ഉണ്ടാകും. അത് മക്കളായാലും മരുമക്കളായാലും കൊച്ചുമക്കളായാലും സ്തോത്രമായാലും നമുക്കുള്ള മുതലായാലും ഏതിനെയും നമ്മൾ സ്നേഹിച്ചാൽ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യും? ചില ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സ്നേഹിക്കലെന്നല്ല, സ്നേഹിക്കുന്നതിന് ഒരു അളവുണ്ട്. സ്നേഹിക്കുന്നതിന് ഒരു അളവുണ്ട്. സ്തോത്രം. നമുക്ക് ദൈവം ഓരോന്നും തരുന്നു. നമുക്കൊരു വസ്ത്രം തരുന്നു, നമുക്ക് വാഹനം തരുന്നു, നമുക്ക് വീട് തരുന്നു. ഇതെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് നമ്മൾ അതിനെ സ്നേഹിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വൃത്തിയാക്കാൻ പറ്റും. പക്ഷെ ഇതിനെല്ലാം ഒരു അളവുണ്ട്. ഇതിനെല്ലാം അപ്പുറമായിരിക്കണം ആരുമായിട്ടുള്ള സ്നേഹം, ദൈവമായിട്ടുള്ള സ്നേഹം. അത് ഡീപ്പായ സ്നേഹമാണ്. അതിനകത്ത് ഒരു കളത്തൊന്നുമില്ല. കാര്യം ദൈവപ്രകാരമാണ് സ്നേഹിക്കുന്നത്. ദൈവപ്രകാരം സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളെ ഒറ്റ വാക്കിനകത്ത് നമുക്ക് രക്ഷാണ്. അല്ലേ? അതൊന്ന് ചിന്തിച്ചു. നിങ്ങൾ ഇന്ന് പകലൊന്ന് ചിന്തിക്കുക. അത് ചിന്തിപ്പിക്കാൻ ആ രക്ഷയുടെ വാക്കിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ ഓർത്തെ. ഇന്ന് അത്രയൊന്നും പോകുന്നില്ലെങ്കിൽ ഞാൻ പറയുമോ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒറ്റ വാക്ക്. ആരെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നോ? നമ്മളെ അപ്പനോ അമ്മയോ അത് സർട്ടിഫിക്കറ്റ് തന്നു. ഇവൻ രക്ഷിക്കപ്പെടാൻ കൊള്ളാം തന്നു. അല്ല, ഇവനെ രക്ഷിക്കപ്പെട്ട് ഞാൻ ഇവർക്ക് വേണ്ടി ജാമ്യം നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഭർത്താവ് സ്നാനപ്പെടുമ്പോ ഭാര്യ ഓർക്കും. വലിയ കാര്യമാണ് സ്നാനപ്പെടുത്തുന്നത്. സ്നാനത്തെ കുറിച്ച് അറിയുന്ന ഭർത്താവ് ഭാര്യ ഭർത്താവ് സ്നാനപ്പെടുത്തുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഭർത്താവിന്റെ സ്നാനപ്പെട്ട് കഴിയുമ്പോഴാണ് ഭാര്യയ്ക്ക് മനസ്സിലാകുന്ന ഭർത്താവിന്റെ ചില സ്വഭാവം എല്ലാം മാറി. ആ വെള്ളത്തിൽ എടുത്ത തീരുമാനം ഉറച്ച തീരുമാനമായിരുന്നു. ഇല്ലയോ? നമ്മളെ കുറിച്ച് സാക്ഷ്യം ഉണ്ടാവണം. നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. നമ്മുടെ ഭാര്യയല്ല നമുക്ക് സർട്ടിഫിക്കറ്റ് തരണ്ടേ, ഭർത്താവല്ല സർട്ടിഫിക്കറ്റ് തരണ്ടേ, മക്കളല്ല സർട്ടിഫിക്കറ്റ് തരണ്ടേ. നമ്മൾ നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് ഇനി പഴയ പോലെ ഞാൻ ജീവിക്കത്തില്ല, ഇനി ഞാൻ യേശുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഇനി എനിക്ക് ഒരു കാത്തിരിപ്പുണ്ടെങ്കിൽ യേശുവിന്റെ വരവിന് വേണ്ടി. സ്വർഗത്തിന്റെ സകല പദവികളെ കളഞ്ഞ് ഭൂമിയിൽ 33 കൊല്ലം നമ്മളെ കൂടെ ഭൂമിയിൽ വന്ന് കഷ്ടങ്ങൾ അനുഭവിച്ചു, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് 3-ാം നാൾ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പദവികളെ ഒരുക്കി വെച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായി നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴ് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴ് ആ വാമൊഴിയുടെ അടിസ്ഥാനം ആ വാക്കെല്ലാം കൂട്ടിക്കോണം. ദൈവത്തോട് പറയുന്ന ഓരോ വാക്ക് നിസ്സാരമല്ല. നീ മനുഷ്യനോട് പറയുന്ന വാക്കുകളല്ല നിസ്സാരമാണ്. നീ മനുഷ്യനോട് മുഖം കറുത്ത് സംസാരിച്ചിട്ടുണ്ട്, മനുഷ്യനോട് നീ പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനോട് എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം ആര് ക്ഷമിക്കും? ദൈവം ക്ഷമിക്കും. പക്ഷെ ദൈവത്തോട് പറഞ്ഞാൽ ക്ഷമിക്കത്തില്ല.
ദൈവത്തോട് പറയുന്ന ഓരോ വാക്കും സൂക്ഷിക്കാതിരിക്കണം. പാർച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തും അപേക്ഷിക്കാം. ദൈവം പറയൂ എന്തും അപേക്ഷിക്കാം. അപേക്ഷിക്കുമ്പോൾ സ്തോത്രം നമ്മളെ തന്നെ കഴുകി ശുദ്ധീകരിച്ച് നമ്മളെ താഴ്ത്തി അപേക്ഷിക്കുന്നെങ്കിൽ ആ വിഷയത്തിനകത്ത് ആര് മറുപടി തരും? കർത്താവ് നമുക്ക് മറുപടി തരും. കർത്താവ് നമുക്ക് മറുപടി തരും. സ്തോത്രം. ഞാൻ കുടുംബജീവിതത്തിന്റെ ഒരു കാര്യങ്ങളൊന്നും പറയട്ടെ. നമ്മൾ ഒരു ഉദാഹരണം പറയും. ഒരു കുടുംബജീവിതത്തിന്റെ ഒരു ഉദാഹരണം പറയും. എന്തെന്ന് എനിക്കറിയത്തില്ല. ദൂതിലേക്ക് വന്നതുകൊണ്ട് ആദ്യമേ വിവാഹത്തിന് ആരെയും പറഞ്ഞുകൊണ്ടായിരുന്നു. സ്തോത്രം. ഒരു ദൂത് പറയും. സ്തോത്രം. കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ, കല്യാണം കഴിക്കുന്ന സ്ത്രീ, സഹോദരൻ, ഒന്നിക്കാൻ പോകുന്ന സഹോദരൻ. സ്തോത്രം. അവന്റെ ഫ്രണ്ടിൽ ഒരു കല്ലിരിക്കും. ഈ കല്ല് മാറിയാൽ അനുഗ്രഹം. ഒരു ഉദാഹരണമായിട്ട് പറയും, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയും. ഒരു കല്ലിരിപ്പുണ്ട്. ആ കല്ല് മാറിക്കഴിഞ്ഞാൽ അനുഗ്രഹം. ആ കല്ല് ഇവൻ ഒരുത്തരെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ ഒരാളോടും ചേർന്നാൽ ആ കല്ല് മാറും. പക്ഷെ അനുഗ്രഹം ആർക്കുള്ളത്? ഈ കല്ല് മാറ്റിയാൽ അനുഗ്രഹം ഇവനാണ് ഉള്ളത്. അതുകൊണ്ട് വേറൊരാൾ വരത്തില്ല ഈ കല്ല് മാറ്റാൻ. കാര്യം എന്തുവാ? അവന് കിട്ടത്തില്ലേ അനുഗ്രഹം? അനുഗ്രഹം കിട്ടുന്ന ആർക്കാ? ഇവനെന്നെ കിട്ടുന്നത്. അപ്പൊ ഇവൻ തന്നെ മാറ്റട്ടെ. പക്ഷെ ഒരാളോട് ചേർന്ന് ഈ കല്ല് മാറും. ഇന്നത്തെ ലോകം സാർത്ഥര. ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് പറയുക. ഭാര്യ ഭർത്താവിന്റെ ബന്ധം പറയുക. സ്തോത്രം. അവന്റെ സഹോദരൻ വന്ന് കല്ല് മാറ്റത്തില്ല. കാര്യം എന്തുവാ? അനുഗ്രഹം അവനെ കിട്ടുന്നത്, എനിക്കത് കിട്ടുന്നത്. അവന്റെ അപ്പനും അമ്മയും വരത്തില്ല. അവർക്ക് അനുഗ്രഹം കിട്ടുന്നത്, എനിക്കെന്തോ അനുഗ്രഹം. ആ സമയത്ത് നിനക്ക് തരുന്ന തുണയെ ആ കല്ലുരുട്ട മാറ്റാൻ വരുമോ? കാര്യം എന്തുവാ? അവന് കിട്ടിയ എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാ പറഞ്ഞത് ഭാര്യ ഭർത്താവ് രണ്ടല്ല ഒന്നത്ര. ദൈവം ഒന്നിപ്പിച്ച് കഴിയുമ്പോ എന്തുവാ? രണ്ടല്ല ഒന്നത്ര. ആ വാക്ക് പ്രധാനമാ. കാര്യം ഇവന് കിട്ടിയ എനിക്കുള്ള, എനിക്ക് കിട്ടിയ ഇവനുള്ള. ആ രീതിയിലായിരിക്കണം ഭാര്യ ഭർത്താവ് ഒന്നിക്കണം. അത് ഒന്നിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പിതാപുത്ര പരിശുദ്ധാത്മാവ് ഒന്നിപ്പിക്കണം. ദൈവം ചേർന്നതേ ഒന്നിപ്പിക്കാവൂ. ദൈവം ചേർക്കാതെ ഒന്നിപ്പിച്ചാൽ എന്നും എന്ത് ചെയ്യും? ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആവും. എന്തുവാ? ഇത് കല്ലൂരിട്ട് അവനെ കിട്ടുന്നു. അവിടെ രണ്ട് ചിന്തകളാണ്. ഭാര്യ ഭർത്താവിന് ഒരിക്കലും രണ്ട് ചിന്തയല്ല, ഒരു ചിന്തയാവരുത്. ഒരു ചിന്തയ്ക്ക് കീഴ്പ്പെടണം. എങ്കിലേ അവർ കുടുംബജീവിതം എന്ത് ചെയ്യത്തുള്ളൂ? അനുഗ്രഹമാക്കി. അപ്പോഴവന്റെ ഫ്രണ്ടിലെ കല്ലുരുട്ടാനാണ് വിളിക്കുന്നത്. കല്ലുരുട്ടി കളഞ്ഞാൽ ആ ഉരുട്ടുന്നവർക്ക് അറിയാം അയാൾക്ക് കിട്ടുന്ന മൊത്തം എനിക്കുള്ള, എനിക്ക് കിട്ടുന്ന മൊത്തം അയാൾക്കുള്ള. സ്തോത്രം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്കല്ല സ്വത്ത് ചെല്ലുന്നത്. ആദ്യം ചെല്ലുന്നത് ഭാര്യ ഒപ്പിട്ടാലേ ആർക്ക് ചെല്ലത്തുള്ളൂ? മക്കൾക്ക് ചെല്ലത്തുള്ളൂ. സ്തോത്രം. കോടതി നിശ്ചയിക്കുന്ന അതാ നിയമം. അപ്പോഴ് രണ്ടല്ല ഒന്നത്ര. ആ കാഴ്ചപ്പാടോട് ജീവിക്കുന്നെങ്കിൽ ഭാര്യ ഭർത്താവ് അനുഗ്രഹമാണ്. അല്ലാതെ ഭാര്യ ഭർത്താവിന് കീഴിലുമല്ല, ഭർത്താവ് ഭാര്യയുടെ മുകളിലുമല്ല. സ്തോത്രം. എങ്കിലും ഭർത്താവിനായിരിക്കണം ഒരു പടി മുമ്പ് കൊടുക്കേണ്ടത്. സ്തോത്രം. എന്ന് പറഞ്ഞ് തെറ്റിയാനല്ല, നല്ല കാര്യങ്ങൾ പറയും. സ്തോത്രം. അതിനു മേളിൽ ആരായിരിക്കുന്നത്? ക്രിസ്തു ആയിരിക്കുന്നത്. ദൈവഭവനത്തിനകത്തല്ല, ക്രിസ്തു ആയിരിക്കുന്നത്. സ്തോത്രം. അബ്രഹാം പിതാവിനെ ചെന്നു മോറിയൽ സ്തോത്രമാല ദേശത്ത് ചെന്നിട്ട് അബ്രഹാം പിതാവിനോട് കർത്താവ് പറയുക, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു ഏകജാതനെ. ഒരു കാര്യം, മോറിയ ദേശത്ത് ചെന്നിട്ട് ഞാൻ പറയുന്നത് മലയിൽ കയറി അത് യാഗം അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ചങ്ക് പൊട്ടിക്കാണും ഇല്ലയോ? ഇത്രയും പ്രായത്തിൽ കിട്ടിയ ഇതാണ്. പക്ഷേ അബ്രഹാം പിതാവിന്റെ വിശ്വാസമാണ് ഇവിടെ ദൈവം വെളിപ്പെടുത്തി തരുന്നത്. ഇത്രയും ബന്ധം ആരുമായിട്ടുണ്ട്? ദൈവത്തിനുമായിട്ടുണ്ട്. അതുകൊണ്ട് അബ്രഹാം പിതാവ് എന്ന് പേര് വന്ന് നമ്മൾ ചെയ്യൂ. നമ്മൾ പുതിയ സഭയ്ക്കകത്തിരിക്കുക. നമ്മൾ ചെയ്യൂ. തൊട്ട് വിവരം അറിയും. സ്തോത്രമാല ദൈവത്തെ സ്വർഗത്തിൽ നിന്ന് പിടിച്ച് താഴെ കൊണ്ടുവരും. ഞാൻ സ്തോത്രം ക്രോസ് നിർത്തും, അല്ലെങ്കിൽ തന്നെ നിർത്തുക. അപ്പോൾ ഇതോലമാണെങ്കിൽ വിടുവോ? സ്തോത്രം. വിടുവോ? ആരുടെ കൈകൊണ്ട് ചെയ്യണം? അപ്പന്റെ കൈകൊണ്ട് ചെയ്യണം. സ്തോത്രം. അവസ്ഥയെ നോക്കിയോ? സ്തോത്രം. അത് വായിക്കും. ബാല്യക്കാരെ ഒന്നും കൂടെ കൊണ്ടുപോയില്ല. ഇന്ന് പ്രിയതേ മക്കളെ, സ്തോത്രം. വേണ്ടാത്തനെ വീണ്ടാത്തനെ എല്ലാത്തനെ വീടിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി അകത്ത് കേട്ടത്. നിന്റെ വീട്ടിലെ കാര്യം സംസാരിക്കേണ്ട കർത്താവ്.
നിന്റെ വീടിനെ നിരത്തേണ്ടത് കർത്താവ്. നിന്റെ ഭവനത്തിനകത്ത് എന്തൊക്കെ എടുത്ത് മാറ്റണം, എന്തൊക്കെ വരണമെന്നല്ല ദൈവനാമത്തിലാണ് പറയേണ്ടത്. അല്ലാതെ കാണുന്ന വീണുന്നതിനെല്ലാം പിടിച്ചിനകത്ത് കൊണ്ടുവന്ന് അഭിപ്രായം പറയുന്നത്. അഭിപ്രായം പറഞ്ഞ നിന്റെ കുടുംബത്തിന്റെ തലമുറയുടെ നന്മ നശിച്ചു പോകേ, അനുഗ്രഹം നശിച്ചു പോകേ. ഭാര്യ എന്തെന്നും ഭർത്താവ് എന്തെന്നും തിരിച്ചറിഞ്ഞിട്ട് കുടുംബജീവിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പ്രമാണപ്രകാരം ജീവിക്കുന്നവനെ മധ്യസ്ഥ കൊണ്ട് നിർത്താവും. അല്ലാത്തവരെ മധ്യസ്ഥ നിർത്തല്ലേ, അവൻ എന്ത് ചെയ്യും? അടിച്ചു പിരിച്ച് വിടത്തേ ഉള്ളൂ. അവൻ അധികം ചെയ്യത്തില്ല, കൊണ്ടുപോകത്തൊന്നുമില്ല. നേരത്തെ ഡൈവോഴ്സ് കേസ് കൊടുത്താൽ 10 കൊല്ലമാകുമായിരുന്നു വിരിക്കാൻ. ഇപ്പൊ പെട്ടെന്ന് വിരിച്ചു കൊടുക്കുക, അടുത്ത പോയി കെട്ടിക്കൊള്ളാൻ പറയുമോ? സ്തോത്രം. അടുത്ത പോയി ചെയ്യുക, പെട്ടെന്ന് പോകുക. ഇന്നത്തെ വിധിയല്ലാതാ ദൈവം പറഞ്ഞേക്കുന്ന മനുഷ്യൻ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ഇന്ന് വേർതിരിക്കുന്നെങ്കിൽ അത് മനുഷ്യൻ യോജിപ്പിച്ചതുകൊണ്ട്. ദൈവം യോജിപ്പിച്ചതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനുഷ്യന് വേർതിരിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ ഡൈവോഴ്സ് എല്ലാം സിമ്പിൾ കാര്യങ്ങളാണ്, സിമ്പിൾ കാര്യങ്ങൾ ഇല്ലയോ? ചിലതെല്ലാം കേൾക്കുമ്പോഴേ നമുക്ക് വിഷമം തോന്നും, ചിലത് യഥാർത്ഥമായിട്ടുള്ളതുകൊണ്ട്. സ്തോത്രം. ചിലതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തമാശ തോന്നും, ഇത് എന്തുവാ? കല്യാണം നടത്തിയതെല്ലാം ഏതെല്ലാം രീതി കൂടെ നടത്തിയത്. സ്തോത്രം. കല്യാണം നടത്തിയപ്പോൾ കുറെ പേരുണ്ടായിരുന്നു, സിമ്പിളായി പിരിഞ്ഞപ്പോൾ ആരുമില്ല. സ്തോത്രം. നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു ലാഭവുമില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം. നടത്തുന്ന വാസ്തു പോലും തിരക്കത്തില്ല. അടുത്ത വാക്യം വായിക്കാം. സ്തോത്രം. ദൈവത്തിന് 2 ബാല്യക്കാരെ ഇവിടെ നിർത്തി, കഴുതെ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നോ, ഇനി ഞങ്ങൾ മാത്രം പോയാൽ മതി. കാര്യം എന്തുവാ? ഇനി ഞങ്ങളെ മധ്യയിൽ ആര് വന്നാൽ മതി? കർത്താവ് മതി, വേറെ ആരും വേണ്ട. സ്തോത്രം. ഞങ്ങൾ മാത്രം. ഞങ്ങളുടെ കുടുംബത്തിന്റെ വിഷയത്തിനകത്ത് ഇടപെടേണ്ടത് കർത്താവ്, അല്ലാതെ ലോക മനുഷ്യനല്ല ഇടപെടേണ്ടത്. ലോക മനുഷ്യന്റെ അഭിപ്രായമല്ല എനിക്ക് വേണ്ടത്. ലോക മനുഷ്യനുമായിട്ട് ഡിസ്കസ് ചെയ്തല്ല എന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കേണ്ടത്. എന്റെ പ്രവൃത്തി നടക്കുന്നത് എന്റെ ഭവനത്തിന്റെ നായകൻ ക്രിസ്തുവാണെങ്കിൽ എന്റെ ഭവനത്തെ ഭരിക്കേണ്ടത് ക്രിസ്തുവാ. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഭവനമായ എന്റെ ഭവനം. അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ വാസം മതി. ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ മതി, അല്ലാതെ മനുഷ്യ ശബ്ദം വേണ്ട. ദൈവമക്കളെ, ദൂത് കേട്ടെങ്കിൽ താമസങ്ങളുണ്ട്, പ്രതികൂലമുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണം. വെയിറ്റിങ്ങിനെല്ലാം ഒരു അനുഗ്രഹവും, വെയിറ്റിംഗ് എല്ലാം ചെയ്യുന്നതിനെല്ലാം ദൈവം ഓരോ ഗിഫ്റ്റ് വെച്ചേക്കുക. അല്ലാതെ വെയിറ്റിംഗ് അനുസരിച്ചല്ല. വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞ് അനുഗ്രഹത്തിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുക. വെയിറ്റ് ചെയ്യുന്നതനുസരിച്ച് അനുഗ്രഹത്തിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ സഭാഗോള് സ്തോത്രം ഈ ദിവസങ്ങളിൽ കഴിയുമ്പോൾ അടുത്ത ഇത് നമ്മൾ കണ്ടുവച്ചിട്ടില്ല. ആര് കണ്ടു? ആരും തരും? ദൈവം തരും. ദൈവം ഒരുക്കുന്ന അത്രയ്ക്ക് ദൈവം തരത്തുള്ളൂ. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതിന് അപ്പുറമായി ആര് തരത്തുള്ളൂ? കൊട്ടാരക്കര പട്ടണത്തിനകത്ത് നമുക്കൊരു സ്പേസ് ഉണ്ട്. ദൈവം വെച്ചിട്ടുണ്ട്, ഒരു മേൽവിലാസം വെച്ചിട്ടുണ്ട്. ആ മേൽവിലാസം കിട്ടുന്ന സമയത്ത് ആര് തരും? ദൈവം തരും. നമ്മൾ വിശ്വസ്തയോടിരിക്കുന്നുണ്ട്. ആമേൻ. ആര് തരും? അതിനകത്ത് ശോധനയുണ്ട്, പ്രതികൂലമുണ്ട്, പ്രയാസമുണ്ട്. അയ്യോ, ഇതൊക്കെയെല്ലാം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മാത്രം കിട്ടാതെ തരികിട കാണിക്കാത്തോണ്ടാ കിട്ടാതെ. തരികിട കാണിച്ച് സൂപ്പിച്ച് വേവിച്ചായ മത്തായിച്ചായ എന്നല്ല പറഞ്ഞുകൊണ്ട് സൂപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അമ്മാമ ചെയ്യുന്ന വാവൊന്നും അല്ല, മോള് ചെയ്യുന്ന വാവമല്ല. അയ്യോ, നമുക്ക് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് കൂടിയിരുന്നങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം വരും. പക്ഷെ അത് വേണ്ട, അത് നിലനിൽക്കുന്നതല്ല. എന്നും അതൊരു ചോദിച്ചിനും ആ സഭയ്ക്കകത്ത്. ഒരു വേവിച്ചാന് വേണ്ടി നീ കണ്ണടച്ചാൽ നീ ഒരുപാട് പേർക്ക് വേണ്ടി സഭയ്ക്കകത്ത് കണ്ണടക്കേണ്ടി വരും. സ്തോത്രം. സഭയ്ക്കകത്ത് കണ്ട് എനിക്കറിയാം, ചിലവരങ്ങോട്ട് വചനം പറയാൻ നിന്ന വചനമല്ല അങ്ങോട്ട് സംസാരിക്കാൻ നിന്ന തീയ. പക്ഷെ മക്കളെ കാര്യം വരുമ്പോൾ വട്ടപൂജ്യം. മക്കളെ കാര്യത്തിനകത്ത് വരുമ്പോൾ എന്തുവാ? വട്ടപൂജ്യം. ഞാൻ പലരെയും ഇപ്പം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇവർ മക്കൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പലരും സംഭവിക്കും. മക്കളെ കാര്യം പറയുമ്പോൾ ഒരു വട്ടപൂജ്യം. ഇവർക്ക് ഈ പറച്ചിലൊന്നും മക്കൾക്ക് എന്ത് തോന്നിയാസം കാണിക്കാം. വേറെ തന്നെ മക്കൾ പോലെ കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവനെ അല്ലെങ്കിൽ കുറ്റം പറയാൻ നമ്മൾ വിടുക്കുക. സ്വന്തം കണ്ണിൽ വലിയ തോല് വെച്ചിട്ട് സഹോദരന്റെ കണ്ണിലെ കരടെടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് പെന്തിക്കോസ്ത് സഭ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെന്തിക്കോസ്ത് സഭ ഒരു സൈഡിൽ കൂടെ അധംപതിച്ചു പോയിക്കൊണ്ടിരിക്കുക. അവൻ കൊള്ളത്തില്ല ജാതി എന്ന് പറഞ്ഞ പല സമുദായവും ഇപ്പം ബലപ്പെട്ടുകൊണ്ടിരിക്കുക. പെന്തിക്കോസ്ത് ഒരടുത്തുനിന്ന് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് വിളിച്ചു പറയാം. നിങ്ങൾ പെന്തിക്കോസ്തിനെ നോക്കിയല്ല പോണത്, യേശു ക്രിസ്തുവിനെ നോക്കിയേ പോവാം. ദൈവത്തിന്റെ പ്രമാണത്തെ നോക്കിയേ പോവാം. ദൈവത്തിന്റെ പ്രമാണം നോക്കി, ദൈവത്തിന്റെ യേശു ക്രിസ്തു അനുസരിച്ച് നിങ്ങൾ പോകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടുള്ള കുടുംബം രക്ഷിക്കാൻ ദൈവം അനുവദിക്കത്തില്ല, രക്ഷിക്കപ്പെടുമ്പോൾ അനുവദിക്കത്തില്ല.
വിശ്വാസി. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മളെ ഇവരൊന്നും അല്ല വിളിച്ചത്. ഇവരൊന്നും അല്ല നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന നസറേനായ യേശു. പറഞ്ഞോളാം, അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല. ഇതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ ഇടപെടേണ്ട വിഷയത്തിൽ ഇടപെട്ടാൽ മതിയല്ലോ. ഇതൊന്നും എന്റെ വിഷയമല്ല, എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എന്നെ ബാധിക്കുന്നത് ദൈവത്തിന്റെ പ്രമാണത്തിൽ പ്രകാരം ഞാൻ ജീവിക്കുന്നതും ജീവിക്കാത്തതുമായി എന്നെ ബാധിക്കുന്നത്. എന്നെ ഞാൻ ജീവിക്കാതിരുന്ന അടി കൊടുക്കും. ന്യായപ്രമാണത്തെ നോക്കി, അല്ലാതെ മനുഷ്യനെ നോക്കി. ന്യായപ്രമാണത്തെ നോക്കി ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെട്ട് ദൈവം എന്ത് പഠിപ്പിക്കുന്നു അതിനനുസരിച്ച് പോകുന്നവനെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അല്ലാത്തവരെ ഒന്നും ദൈവത്തിന് വേണ്ട. അല്ലാത്തവരുടെ കാര്യമേ നീ കൂട്ടണ്ട. അവന്മാരെ നീ ഏതെല്ലാം പേരിൽ അറിയപ്പെടുത്താലും അതൊന്നും അല്ല വിഷയം. എല്ലാത്തിനും വിഷയം കർത്താവ്. അത് അങ്ങനെ ഓടുന്നോണ്ടാ നമ്മള് 10-13 വർഷം കൊണ്ട് അങ്ങനെ ഓടി വരുന്നോണ്ടാ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു. ഒറ്റപ്പെട്ടു പോയാലും ആരുണ്ട്? നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് മുട്ടുണ്ടോ? ഉണ്ടോ? സ്തോത്രം ഉണ്ടോ? എന്തെങ്കിലും കാര്യത്തിന് മുട്ടുണ്ടോ? സ്തോത്രം. ചിലരൊക്കെ ഞാൻ അമേരിക്കയിലെല്ലാം വാരി കോരിക്കൊണ്ടിരിക്കുകയാണ് പറയാം. സ്തോത്രം. ഞാൻ സ്വർണ്ണം കൊട്ടിക്കൊണ്ടാ വരുന്നത്. ഒരിക്കലും ഒരു കുറവില്ല. ഇയാളെന്താണ് ഇന്ന് വീഴാത്തത്? ഇയാളെന്താണ് ഞങ്ങളെ ഒന്നും താങ്ങാൻ വരാത്തത്? താങ്ങാൻ വരത്തില്ല. പിശാച് പിടിച്ച നിന്നെ താങ്ങാൻ വരത്തില്ല. ഞാൻ കർത്താവിനെ താങ്ങത്തുള്ളൂ. എന്നെ താങ്ങുന്ന ഒരുത്തരുണ്ട്. ആ താങ്ങുന്ന കരം ഒരിക്കലും എന്നെ കൈവിടുന്ന കരമല്ല. എന്റെ കുടുംബത്തെ കൈവിടുന്ന കരമല്ല. ഇത് പകൽ എന്നെ താങ്ങുന്ന കരം ഉറപ്പുള്ള കരമാ. അത് ഇടയ്ക്കിടയ്ക്ക് ഉപേക്ഷിക്കുന്ന കരമല്ല. അത് തീർച്ചയായും ഉറപ്പുള്ള കരത്തെ എന്നെ പിടിച്ചിരിക്കുന്നു. നമുക്കാരും വേണ്ട. നമ്മളോട് കർത്താവ് മതി. നമ്മളോട് ആര് മതി? യേശു മതി. എന്റെ ഭവനത്തിന്റെ നായകൻ യേശുവായ മതി. എന്റെ കുറവിനെ തികട്ടുന്ന യേശു മതി. എന്റെ തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യുന്ന യേശു മതി എനിക്ക്. എന്നെ സ്നേഹിക്കുന്ന യേശു മതി എനിക്ക്. എനിക്ക് ലോക മനുഷ്യന്റെ ഒരു പ്രീതിയും വേണ്ട, ഒരു കൈഡിയും വേണ്ട. എനിക്ക് ആരുടെ മതി? കർത്താവിന്റെ മതി. കർത്താവ് ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം ഒരു വാതിൽ അടച്ചാൽ അത് ആർക്കും തുറക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവത്തെ താമസിച്ചിരുന്ന മതി. ഇന്ന് താമസിച്ച് കിട്ടുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. ഇന്ന് പ്രിയ ദൈവമക്കളെ, നിങ്ങൾ അങ്ങനെ പാർട്ടിയില് എനിക്ക് താമസിച്ച് തന്നാൽ മതി കർത്താവേ, എനിക്ക് താമസിച്ച് തന്നാൽ മതി കർത്താവേ, എനിക്ക് താമസിച്ച് തന്നാൽ ദൈവം തരുന്ന അനുഗ്രഹം എന്ന് പകൽ ഞാൻ അത് തിരിച്ചറിയുന്നു. എനിക്ക് താമസിച്ച് തന്നാൽ മതി. പ്രാർത്ഥിച്ചോ, എനിക്ക് താമസിച്ച് തന്നാൽ മതി, താമസിച്ച് തന്നാൽ മതി. ദൈവം തരുന്ന അനുഗ്രഹം വലുതാ. ചിലത് സഹിക്കാൻ ഞാൻ തയ്യാറാ. യേശുവിന് വേണ്ടി സഹിക്കാൻ തയ്യാറാ. യൂതിന്റെ വേണ്ടി സഹിക്കാൻ തയ്യാറാ. എന്റെ ദൈവം എനിക്ക് തരുന്നത് വലുതാ. പ്രാർത്ഥിക്കോ, എനിക്ക് തരുന്നത് താമസം. പക്ഷെ ദൈവം തരുന്ന അനുഗ്രഹം, ദൈവം തരുന്ന അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം. എനിക്കത് മതി, 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 മതി. സഭയോട് പറയുക, മതി. ദൈവം തരുന്ന അനുഗ്രഹം. ദൈവഹിതമില്ലാത്തവനെ കുടുംബത്തിന്റെ വിഷയം സംസാരിക്കാൻ വീടിനകത്ത് കേട്ടില്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, അനേകർ ആടിന്റെ വേഷം കൊണ്ട് വരും, അനേകർ വിശ്വാസികാന്ന് പറയും, അനേകർ ദൈവത്തെ ആരാധിക്കുന്നവരാന്ന് പറയും. സ്തോത്രം. അനേകർ ദൈവത്തെ കുറിച്ച് വലിയ കാര്യമെല്ലാം പറയും. പക്ഷെ അവരെ വിളിച്ചാൽ അതിലേക്ക് എന്ത് ചെയ്യല്ലേ? ഡിസ്കസ് ചെയ്യല്ലേ? യഥാർത്ഥമായ ന്യായപ്രമാണ പ്രകാരം നിൽക്കുന്നവരെ മാത്രമേ ഡിസ്കസ് ചെയ്യാൻ നിർത്താവൂ. അവൻ അന്ന് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് കുടുംബത്തിനകത്ത് വിടുതൽ നടക്കത്തുള്ളൂ. അനേകർ പറയും. സ്തോത്രം. നേരത്തെ പറഞ്ഞതുപോലെ സ്തോത്രം പറഞ്ഞ സ്തോത്രം, ഞാൻ ദശാംശം കൊടുക്കും, ഈ ഒരു ഉപവാസം എനിക്ക് പ്രാർത്ഥിക്കാൻ പോകും. അതൊന്നും പറയത്തല്ല കാര്യം. എനിക്ക് കിട്ടുന്ന ദൈവത്തിന് ഞാൻ കൊടുക്കും. ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യാൻ കൊടുക്കുന്നത്? സ്തോത്രം. എനിക്ക് കിട്ടുന്ന ഒരു ഭാഗം എനിക്ക് തന്നത് ദൈവമാണെങ്കിൽ അതിനൊരു ഭാഗം ഞാൻ ദൈവത്തിന് കൊടുക്കും. സ്തോത്രം. അത് എനിക്കുള്ള കൽപ്പനയാണ്. അതിനകത്ത് കൽപ്പനയാണ്, ഞാൻ കൊടുക്കും. സ്തോത്രം. അത് എന്തോ ആയിത്തീരും എന്തെന്നല്ല, ഞാൻ കൊടുക്കണ്ടേ, ഞാൻ കൊടുക്കും. ഞാൻ കർത്താവിന്റെ സന്നിധി നീതിയാണ്. അല്ല ചിലർ പറയും അത് കൊടുക്കും ഇത് കൊടുക്കും എന്ന് പറയുന്നതിനോ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ട. സ്തോത്രം. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു. സ്തോത്രം. എനിക്ക് പേര് വേണം, എനിക്ക് കയ്യടി വേണം എന്ന് പറയുന്നതിന് എന്തുവാ? ആർക്ക് വേണ്ട? സ്തോത്രം. പണ്ട് ഇവിടെ 2 വിശ്വാസി വരുവായിരുന്നു. സ്തോത്രം.
ഷാലിയാനി മിനിസ് രണ്ടുപേരുടെ പരിപാടി എന്താ പറയുക, ദശാംശം ഇടുന്നുണ്ട്, ഇവിടെ മിനി എന്ന് എഴുതിയിട്ട് വെട്ട്, അപ്പുറത്ത് ഷാലി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവരുടെ യൂട്ടക്കിന്റെ ഒരു കവറിലെ ഇടത്തും. ഞാൻ പറഞ്ഞ മേലെ ഈ കവർ ചെയ്തിട്ട് എനിക്കിത് വേണം. നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ സ്തോത്രം, ആ ദശാംശ ബോക്സ് ഇടുമ്പോൾ കവർ ഇല്ലാതെ ഇട്ടാൽ മതി. ഇത് ആരെയാണെന്നറിയാം. സ്തോത്രം, എനിക്കത് വേണ്ട. സ്തോത്രം. അല്ല അല്ല അത് എന്തുവാ, അറിയേണ്ടടുത്ത് അറിഞ്ഞാൽ മതി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ദശാംശം വെച്ച് ആരും എത്ര കൊണ്ടിട്ടെന്ന് അതിനകത്ത് അറിയാം. നീ അതിനകത്ത് കൊണ്ടിട്ടാവും. സ്തോത്രം, സ്തോത്രം. ദൈവമക്കള് അക്കൗണ്ടിൽ തരുന്നുണ്ട്, അവരും അതിനെപ്പറ്റി മൈൻഡ് പോലും ചെയ്യത്തില്ല. അക്കൗണ്ടിൽ തരുന്നുണ്ട്. സ്തോത്രം, അല്ല അത് ഒരു അക്കൗണ്ടിലാണ് വരുന്നത്. അത് അവിടെ കിടന്നാൽ മതി. അത് അറിയേണ്ട ആരറിഞ്ഞാൽ മതി. സ്തോത്രം. വെട്ടിയേക്കോ, വെട്ടിയേക്കോ. ഇതിൽ ഭൂലോക തലയുടെ തന്തയായിട്ട് ജനിച്ചവനെ ഞാൻ എന്റെ അടുത്ത് വന്നാത്ത ഈ കുരുട്ട് പറഞ്ഞു തരുന്നത്. ഇവിടെ ഒന്നും സ്പെഷ്യൽ കൈ ഇടിക്കുന്നില്ല. സ്തോത്രം. അവരുടെ കാര്യം കഴിഞ്ഞിട്ട് അവരിവിടുന്ന് പോയപ്പോ കെമിസ്റ്റ് പറയാ, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പാസ്റ്റുമായിട്ട് ചങ്കായിരുന്നല്ലോ, പ്രൈസലോ, ഞങ്ങൾ പോലും അങ്ങനെ അടുക്കാറില്ല. പാസ്റ്റു അവരോട് അത് ഇത്ര ചങ്കായത് തെറ്റ് ചെയ്താ തെറ്റാ. എനിക്കെല്ലാം ചങ്ക. ചിലരെ അവർക്ക് പുറമേ കാണിക്കുന്നത്, ആ പുറമേ അല്ല, ഉള്ളിലാ സ്നേഹിക്കുന്നത്. അത് ചങ്ക. അത് പ്രാർത്ഥിക്കാതിരിക്കുന്നവർ അങ്ങനെ റൂമിനകത്താ സ്നേഹിക്കുന്നത്. അത് ചങ്ക. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കും അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ കഴിഞ്ഞിട്ട് അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് വെറും വാക്കല്ല പറയുന്നത്. എനിക്ക് എന്റെ ദൈവം കഴിഞ്ഞ പിന്നെ അടുത്ത സ്ഥാനം സഭയ്ക്ക്, ദൈവജനത്തിനാ. എനിക്ക് ദൈവം കൂടെ പറഞ്ഞ അത് കഴിയുമ്പോൾ എന്റെ കുടുംബത്തിന്, എന്റെ മക്കൾക്കും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ. എന്റെ ചങ്ക എല്ലാവരും പാവം ചെയ്താൽ പാവത്തിനകത്ത് മാനസാന്തരം ഇല്ലാത്തവനെ ദൈവത്തിന് വേണ്ട, എനിക്ക് വേണ്ട. അതിനകത്തുനിന്ന് കിട്ടുന്ന നന്മയോ അനുഗ്രഹവും എനിക്ക് വേണ്ട. സ്തോത്രം. അതിനകത്ത് കിട്ടുന്ന നന്മയോ അനുഗ്രഹവും വേണ്ട എനിക്ക്. ദൈവത്തെ ഭയപ്പെടുന്നവൻ മതി, ദൈവത്തിന് കീഴ്പ്പെടുന്നവൻ മതി, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവൻ മതി. അവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ദൈവമാണ് ഓരോ വ്യക്തികൾക്കും നന്മ കൊടുക്കുന്നതും അനുഗ്രഹം കൊടുക്കുന്നതും സ്ഥിരമായി അത് അനുഭവിക്കാനുള്ള എല്ലാ ഭാഗ്യം കൊടുക്കുന്ന ആരാ? കർത്താവാ. അപ്പോഴും കർത്താവ് മതി നമുക്ക്. വേറെ ആരെങ്കിലും വേണോ? കർത്താവിനെ വാക്ക് കൊടുക്കണ്ടേ? കർത്താവിനാ. ഞാൻ ഇന്ന് കരയുമ്പോൾ ദൈവമേ എനിക്കിന്നൊരു 5000 രൂപ വേണം, കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവ് 5000 രൂപ എന്റെ പാത്രം കേട്ടാ തരുന്നത്, ഇല്ലയോ? അപ്പോൾ ഞാൻ ആർക്കാ വില കൊടുക്കേണ്ടത്? കർത്താവിനാ വില കൊടുക്കേണ്ടത്. സ്തോത്രം. എനിക്ക് കിട്ടുന്നത് ഞാൻ കൊടുക്കേണ്ട സ്ഥലമുണ്ട്, അവിടെ കൊടുത്തേ പറ്റൂ. അവിടെ കൊടുത്തില്ലെങ്കിൽ ഞാൻ കണക്ക് പറയേണ്ടി വരും. ദൈവം കൊടുക്കണ്ടേ? ആർക്ക് എന്തിനാ കൊടുക്കണം, എങ്ങനെ ചെയ്യണമെന്നല്ല ആരാ തീരുമാനിക്കുന്നത്? കർത്താവ് തീരുമാനിക്കും. നമ്മളൊരു 12 വർഷത്തിന് മുമ്പേ കൂട്ടിയോ, ഒരു വർഷം ഇവിടെ വന്ന് ആരാധിക്കുന്നു കൂട്ടിയോ? ആരൊരുക്കി വെച്ചതാ? ദൈവം ഒരുക്കി വെച്ചതാ. സ്തോത്രം. ദൈവം ഒരുക്കിയത് ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഓരോ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അതെല്ലാം ദൈവം വെളിപ്പെടുന്ന പ്രകാരം പറയുന്നത്. അല്ലാതെ എന്റെ ഇഷ്ടത്തിലല്ല ഞാൻ പറയുന്നത്, ഇന്നാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയുന്നത്. ഓരോരുത്തർക്കും ഇന്ന ദിവസം കൊടുത്തിരിക്കും. അപ്പൊ ആ ദിവസം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവിടെ എന്തോ നടക്കാൻ പദ്ധതിയുണ്ട്. ചിലത് നടന്നുകൊണ്ടിരിക്കുക, ചിലത് പുറത്തു കൊണ്ടുവരുന്ന സമയമുണ്ട്. പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ആര് പുറത്തു കൊണ്ടുവരും? കർത്താവ് പുറത്തു കൊണ്ടുവരും. കർത്താവ് പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ഇന്ന് പ്രിയ മക്കളെ, നമ്മൾ ലോകത്തെ നോക്കാൻ, ലോകക്കാരനെ നോക്കാനോ അല്ലെങ്കിൽ സഭയ്ക്കകത്ത് പോകുന്നവനാണെന്ന് അവനെ നോക്കാനോ അവനെ മുൻവിധിക്കാനോ അല്ല ദൈവം നമ്മളെ വിളിച്ച്. നമ്മളെ റൂട്ട് ക്ലിയർ ആക്കിയാൽ മതി. നമ്മളെ ഫ്രണ്ടിൽ ആരൊക്കെ വീഴും, ചിലവർ വീണവർ എഴുന്നേറ്റ് വരും, ചിലവർ അവൻ വീണു പോകും, ഒരിക്കലും എഴുന്നേൽക്കില്ല. ഇതെല്ലാം സംഭവിക്കും. ഇതൊന്നും എന്റെ വിഷയമല്ല, എന്നെ വിളിച്ച ദൈവമാ. ഞാൻ വിശ്വസനായ കർത്താവിന്റെ പിന്നാലെ പോകുന്നു. സ്തോത്രം. അതായിരിക്കണം കാഴ്ചപ്പാട്. സ്തോത്രം. മോറുവേൽ വരെ ഇസ്സാക്കിനെ കൊടുത്തിരിക്കുന്നത്, അബ്രഹാമിന് കൊടുത്തിരിക്കുന്നത് ദൈവമാണ്. ദൈവത്തിന് അതിനപ്പുറം വരെ ദൈവത്തിന്റെ സന്ധിക്ക്, ദൈവത്തിന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് അപ്പുറമായി അബ്രഹാമിന് ഇസ്സാക്ക് വിഷയമല്ല. അത് കാണിച്ചു തരുക, പരീക്ഷയിലേക്ക് കൊണ്ടുപോവുക. പറയുന്നില്ലയോ, ദൈവം അബ്രഹാമിനെ പരീക്ഷയിലേക്ക് നയിക്കുക. സ്തോത്രം. ഇത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ ഇന്ന് രാവിലെ എനിക്ക് തന്ന ദൂത് തന്ന് ഇത് കഴിഞ്ഞ അവിടെ നമ്മൾ പുതിയ നിയമത്തിലോട്ടാ കയറുന്നത്, യേശുക്രിസ്തുവിലോട്ടാ കയറുന്നത്. സ്തോത്രം. ഈ ദൂത് തന്നപ്പോൾ ഞാൻ ഓർക്കും, ഇത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യനും. കർത്താവേ, ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നില്ല പ്രജ.
എന്നെ കൊണ്ട് പലപ്പോഴും ഇത്രയും മാത്രം സ്നേഹിക്കാൻ പറ്റുന്നില്ലപ്പ. പലപ്പോഴും ഞാൻ ബലഹീനനാപ്പ, പലപ്പോഴും ഞാൻ സാന്തനാപ്പ, പലപ്പോഴും ഞാൻ ബലഹീനപ്പെട്ട് മാറിപ്പോവാപ്പ. ദൈവമേ, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ഇത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, എനിക്ക് അതിനെ ഒരു വഴി ദൈവം തുറക്കണേ. ഞാൻ അനുദിനം അങ്ങയുടെ കൃപയാണ് നടക്കുന്നത്, അങ്ങയുടെ കൃപയാണ് നടക്കുന്നത്. അപ്പോൾ എനിക്കും ആ കൃപ നിങ്ങൾ തരണം. സ്തോത്രം. ഇന്ന് പകല് സ്തോത്രം. ദൈവഹിതമല്ലാത്ത ഒന്നിനെയും എന്ത് ചെയ്തില്ലേ? ഭവനത്തിനകത്ത് കേട്ടില്ല. ദൈവഹിതമല്ലാത്ത ഒന്നും നമ്മളെ ഉപദേശിക്കാനോ ആ സ്തോത്രം അവന്റെ ഉപദേശം കേൾക്കാനോ നിൽക്കല്ലേ. ദൈവത്തിന് മഹത്വം കൊടുക്കാവോ, ദൈവത്തിന്റെ ഉപദേശത്തിന് കീഴ്പ്പെടാവോ. ദൈവത്തിന്റെ ദൂതിന് എതിരായി പലതും വരും. അതൊന്നും കേട്ട് നീ പതറിപ്പോവല്ലേ. ആ ദൂതിന് എതിരായി നീ പോയാൽ നിന്റെ കാര്യം പോക്കാം. സ്തോത്രം. പല ദൂതും ചിലവർക്ക് നിവൃത്തിയാക്കാൻ ദൈവം ഇരിക്കുമല്ലേ. ദൈവം കർത്താവ് എന്ന് പറയുക. എന്റെ ഭാഗത്ത് നോക്കി ഒരു ഉദാഹരണം പറഞ്ഞു. കർത്താവ് പറയുക, അവൻ ഇത്രയും നാൾ പ്രാർത്ഥിക്കുന്നു, അവനോട് ഞാൻ പറഞ്ഞു, അവന് കൊടുക്കാതെ ഞാൻ പറഞ്ഞു. സ്തോത്രം. ഒരു കാര്യം ചെയ്യും, ഈ വരുന്ന ബുധനാഴ്ച ഞാൻ അവനെ കൊടുക്കും. എന്റെ ഉദാഹരണം പറയുക, ബുധനാഴ്ച ഞാൻ ചുരുന്ന് അവനെ ഒന്ന് ഉടച്ചിട്ട് ഈ ബുധനാഴ്ച അവനെ കൊടുക്കാം. കർത്താവ് പറഞ്ഞു. നമ്മൾ അറിഞ്ഞില്ല, കർത്താവ് മാത്രം തീരുമാനിച്ചു. തിങ്കൾ ചൊവ്വ ഇച്ചിരി ഉടച്ചു തരണം. ബുധനാഴ്ച ഇരുന്നിട്ട് നമ്മൾ തന്നെ പറയും, മറന്നുപോയില്ലയോ? ഇപ്പൊ കർത്താവ് പറയാ, ഇവൻ തിരിച്ച് പറയാൻ തുടങ്ങി, ഇച്ചിരി കഴിയട്ടെ. നമ്മള് മക്കളെ അങ്ങനെയല്ലയോ അല്ലേ? മക്കൾക്ക് നമ്മൾ ഒരു സാധനം കൊടുക്കാന്ന് പറഞ്ഞിട്ട് മക്കൾ തിരിച്ചു കഴിക്കാതെ ഇച്ചിരി ഒതുങ്ങട്ടോ എന്നിട്ടല്ലേ നമ്മൾ കൊടുക്കട്ടോ? അല്ല അപ്പോഴേ വിളിച്ചു കൊടുക്കൂ. ഇവിടെ മോനെ ദേഷ്യത്തോട് മോനെ മോളെ നിനക്കുന്നാന്ന് പറഞ്ഞ് കൊടുക്കൂ. അവരൊന്ന് ഉടഞ്ഞു വന്നാലേ സോപ്പിടണം അല്ലയോ? സോപ്പിടുമ്പോഴാ മാതാപിതാക്കൾ കൊടുക്കും അല്ലയോ? നിങ്ങൾ ഉടക്കി അവിടെ നിന്ന് കൊടുക്കൂ. ഞാൻ കൊടുക്കത്തില്ല, ഞാൻ ഏറിയലോട്ട് അടുപ്പിക്കത്തില്ല. ഞാൻ അവരുടെ മുഖമെല്ലാം നോക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ. പിന്നെ കൊടുക്കണമെന്ന് സ്വന്തം ചിലപ്പോൾ ഞാൻ കൊടുക്കാൻ ഇറങ്ങി വരുമ്പോൾ ഇവർ മോനെ വെറുപ്പിച്ചിരുന്ന് അപ്പോഴേ ഞാൻ തിരിച്ചു കൊടുക്കത്തില്ല. എന്തായാലും ഇതേപോലെ കർത്താവ് നമ്മളോട് പറയുന്നത്, ഇവൻ ഇച്ചിരി മോഡലില്ല ഒരാഴ്ച കിട്ടിപ്പോയത്. അതിനെന്ത് ചെയ്യണം? അവസാനം വരെ ക്ഷമയോട് പാർച്ചുകൊണ്ടിരിക്കും. കർത്താവ് എത്രയും പരീക്ഷ തരുന്നു, അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ക്ഷമയുണ്ടാവും. അബ്രഹാം പിതാവിന്റെ പാഠം ഏറ്റവും വലുത് ക്ഷമ. അബ്രഹാമിനോട് പറയുന്നത്, നിന്റെ ഏകജാതനായ പുത്രനെ നീ എത്രമാത്രം സ്നേഹിക്കുന്നില്ലയോ? ഒരു കാര്യം, മോറിയ നിലയിലേക്ക് അവനെ കൊണ്ടുപോകും. അവനെ യാഗം അവസ്ഥയൊന്നും നടക്കും. അവിടെ എന്തെങ്കിലും മറുത്തു പറഞ്ഞു, ദൈവമേ എനിക്ക് ഏകജാതനയാ തന്നത്. നമ്മളാർത്തേക്ക് അതിന്റെ അപ്പുറത്തിരുന്ന് വാസം വരുന്നത്. ഏകജാതനയാ തന്നത്, 25 വർഷം കാത്തിരുന്നിട്ടാ കിട്ടിയത്. എന്നെ നിന്ന് മാറിയേ ഉള്ളൂ, ഞാനെന്ന് ആ സന്തോഷം അനുഭവിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ പറയും. അബ്രഹാം പറഞ്ഞു, ഇത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പിതാവ് വേറെ ആരാണ്? അതുകൊണ്ട് നമ്മളെല്ലാം പിതാവായിട്ട് ഇത്രമാത്രം ആ സ്നേഹത്തിന്റെ ഒരു അംശം പോലും നമ്മൾ ആരെ സ്നേഹിക്കുന്നില്ല? ദൈവത്തെ സ്നേഹിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. പലപ്പോഴും നമ്മളെ കാര്യങ്ങൾക്ക് നേടാൻ വേണ്ടിയ ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത്. ഇന്ന് പകരമല്ലെന്ന് മാറും. എന്നെ വീണ്ടെടുത്ത ദൈവം, എന്നെ ഒറ്റ വാക്കിന്റെ പേരിൽ എന്നെ രക്ഷ നൽകിയ ദൈവം, എന്നെ പുതിയ സൃഷ്ടിയാക്കിയ ദൈവം. കർത്താവേ, ഇനിയുള്ള കാലം അങ്ങയ്ക്ക് വേണ്ടിയാ. ഞാൻ ജീവിക്കുന്ന വലിയ കാഴ്ചപ്പാടിലേക്ക് എന്റെ തലമുറ കടന്നു വരണം, എന്റെ കുടുംബം കടന്നു വരണം. ദൈവമേ, അവർ വിശ്വാസത്തിന്റെ പോര് നോക്കുമ്പോൾ ഓട്ടക്കളത്തിൽ തോറ്റവരെ കണ്ടല്ല, അവർ ഓടുന്നവരെ കണ്ട് മുന്നോട്ട് വരണം. അവർ ഓടാൻ തയ്യാറാവണം, ഓടുന്നവരെ കണ്ടു പോകണം. ഓട്ടക്കളത്തിൽ തോറ്റുപോകുന്നവരെ കണ്ട് തോറ്റുപോകാനല്ല, അവർ മുന്നോട്ട് ഓടണം. എന്റെ തലമുറ, എന്റെ കുടുംബം, എന്റെ ദേശത്ത് മാനിക്കപ്പെടണം. എന്റെ കുടുംബം, എന്റെ ദേശത്ത് എന്റെ കുടുംബം മാനിക്കപ്പെടണം. ഇന്ന് പകരുന്ന പൂർണ്ണ ഹൃദയത്തോട് ഏറ്റെടുത്തു. ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനത്താൽ ഏറ്റെടുത്തു. ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനത്തിന്റെ അടുത്ത ഭാഗമുണ്ട്. അതിനകത്ത് ദൈവത്തിന്റെ ദൂതിലേക്ക് കടക്കുക. ആ ദൂതിലേക്ക് വരാൻ പോവുക എന്ന് പകരുന്ന പൂർണ്ണമായി ഏറ്റെടുത്ത് ഇന്ന് പകരം എന്റെ കാര്യങ്ങൾ സംസാരിക്കണം. എന്റെ കർത്താവ്, എന്റെ കാര്യങ്ങൾ എന്റെ കുടുംബത്തിനകത്ത് എന്ത് വിഷയമുണ്ടായാലും അത് ഇടപെടണം. എന്റെ കർത്താവ്, ഇന്ന് പകരം പൂർണ്ണ ഹൃദയത്തോട് പകരുന്ന ഏറ്റെടുത്ത പാർട്ടികൾ ഇന്ന് പകരം ചില വിടുതലുകൾ നടക്കട്ടെ. ഇന്ന് പകരം ചില കുടുംബത്തിനകത്ത് ചില വിടുതലുകൾ നടക്കട്ടെ. അബ്രഹാം പിതാവിനെ പോലും വിശ്വാസം എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാവട്ടെ. അബ്രഹാം പിതാവിനെ പോലും വാക്ക് എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാവട്ടെ. എനിക്ക് തന്നിരിക്കുന്ന വാക്തത്വം വലുതാ, എനിക്ക് തന്ന ദൂത് വലുതാ. ഈ സാക്കിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും വലിയ ദൂത എനിക്ക് തന്നിട്ടുള്ളത്. എന്റെ കുടുംബത്തിന് തന്നിരിക്കുന്നത്, എന്റെ തലമുറയ്ക്ക് തന്നിരിക്കുന്നത്. ഇന്ന് പകരം നിങ്ങൾ പ്രാപിച്ചേ കഴിയുള്ളൂ. ഇന്ന് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക. ഇന്ന് നിന്റെ കുടുംബത്തെ നിങ്ങൾ തൊടാൻ പോവാ, നിന്റെ തലമുറ തൊടാൻ പോവാ, നിന്റെ കണ്ണുനീരിന് മറുപടി തരാൻ പോവാ. നീ ഡിസ്കസ് ചെയ്യേണ്ടത് കർത്താവിനോടാ, നീ ചോദിക്കേണ്ടത് കർത്താവിനോടാ, അപേക്ഷിക്കേണ്ടത് കർത്താവിനോടാ, യാചിക്കേണ്ടത് കർത്താവിനോടാ, നേടേണ്ടത്
ഇന്നത്തെ പകൽ എന്റെ മേൽ അത്ഭുതം ചെയ്യാൻ പോവാ. ആ ദൈവത്തിന്റെ ആത്മത്തിൽ എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവാ. ആ ദൈവത്തിന്റെ ആത്മത്തിൽ എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവാ. തലമുറമേൽ വെളിപ്പെടാൻ പോവാ. ജോലിക്കാരത്തിനകത്ത്, എന്റെ കുഞ്ഞുങ്ങളെ പഠിത്തത്തിനകത്ത്, എന്റെ വരുമാനത്തിനകത്ത്, എന്റെ ഭവനത്തിനകത്ത് എല്ലാം ഇന്ന് പകൽ വെളിപ്പെടാൻ പോവാ. ആ ദൈവാലോചന വെളിപ്പെടാൻ, ആ ദൈവത്തിന്റെ ദൂരം കൊണ്ട് വെളിപ്പെടാൻ, പ്രവചനത്താൽ വരാൻ നിവർത്തിയാവട്ടെ. ഇന്ന് പകൽ ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിടുതലിന്റെ പകലായി തീരട്ടെ, അത്ഭുതത്തിന്റെ പകലായി തീരട്ടെ. ഓരോ കുടുംബത്തിന്റെ വിടസ്യുക ആ ദൈവത്തിന്റെ ആലോചന ഓരോ കുടുംബത്തിനകത്ത് തീയായി തീയായി